സോഷ്യൽ മീഡിയ മുഴുവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്, ആരാണ് ഈ സാജൻ? ഞാനൊരു യൂട്യൂബർ അല്ല. ഒന്ന് ഹയറിന്ന് താഴത്തേക്ക് വന്നിട്ട് വേണം എനിക്കിതൊക്കെ ഒന്ന് എടുക്കാനായിട്ട്. ഇപ്പം ട്രെൻഡിങ്ങിൽ ഇപ്പം മണവാളനാണല്ലോ നിൽക്കുന്നത്. പക്ഷെ അത് സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷനാണോ അങ്ങനെ എടുക്കാൻ മാത്രമുള്ളൊരു ഫൈറ്റ് ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ ഫൈറ്റേഴ്സിൻ്റെ യാതൊരു കുറവുമില്ല. പിന്നെ എന്തുകൊണ്ട് ഞാൻ കേരളത്തിൽ നിന്ന് ഫൈറ്റേഴ്സിന് എടുത്തില്ല, അത് ഉന്നം മാറി കൊണ്ടുപോകും. നിങ്ങൾ ഈ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലൊരു ഫൈറ്റർ ഉണ്ടായിരുന്നു, പക്ഷെ മണവാള അത് പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അവിടെ ഞാൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരു അടിയാണെങ്കിൽ നിങ്ങളുടെ ആംഗിളിൽ അതൊരു ഫേക്ക് ഫൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഇതൊന്നും അറിയാത്ത ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങളൊരു MMA ഫൈറ്റ് നിങ്ങൾ ഓഫർ കൊടുത്തില്ല? നിങ്ങൾ ഇപ്പോഴും ഞാൻ പേടിച്ചിട്ടായിരിക്കും. ചിലപ്പോൾ അതൊരു പെയ്ഡ് PR വർക്കായിരിക്കാം. ഒരു ഫൈറ്റ് നടക്കാതെ എങ്ങനെ അതിന് സ്ക്രിപ്റ്റാണെന്ന് പറയാൻ പറ്റും? ഇല്ലല്ല, ഇത് ഫേക്ക് ഫൈറ്റാണ് നടക്കാൻ പോകുന്നത് ഫേക്ക് ഫൈറ്റാണ് എന്ന് ഭയങ്കര സ്ട്രോങ് ആയിട്ട് അങ്ങനെ പറയുന്നുണ്ട്. ഈ ഷാജഹാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു വണ്ടി അടിച്ച് പൊട്ടിച്ച കേസോ അങ്ങനെ ഈ വീഡിയോ ഇറക്കി കഴിയുമ്പോൾ ചിലപ്പോൾ പിന്നെ എനിക്കെതിരെ വേറെ വീഡിയോസ് അവരിറക്കുമായിരിക്കും. ചെങ്കിസ് ഖാനാണ് മണവാളിനെ ചലഞ്ച് ചെയ്യുന്നത്, മണവാളിനല്ല ചലഞ്ച് ചെയ്യുന്നത്. അവരെ ഫൈറ്റ് ഉണ്ടെങ്കിൽ ടിക്കറ്റ് എടുത്തുകൊണ്ട് ഫൈറ്റ് കാണാനായിട്ട് ആൾക്കാർ വരണം. എത്ര കോൺട്രവേഴ്സി ഉണ്ടായാലും എത്ര പേര് നമ്മുടെ ഫ്രണ്ടിൽ നിന്നാലും ഞാൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്ത് തന്നെ നടക്കും. ഇപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞിട്ട് തന്നെ എയർലി കയറ്റുന്നവർക്ക് കയറ്റാം. കാരണം ഇപ്പോൾ ഈ വീഡിയോസിനെതിരെ ഇപ്പോൾ എന്തായാലും ഒരു റെസ്പോണ്ടിങ് വീഡിയോ ഉണ്ടായിരിക്കും. വെൽക്കം ബാക്ക് ടു ബേസ്മെന്റ്. അങ്ങനെ ബിഹൈൻഡ് ദ ഗ്ലൗസിൻ്റെ സെക്കൻഡ് സീരീസിലേക്ക്, അതായത് സെക്കൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് പുതിയൊരു അതിഥിയാണ്. നമ്മൾ രാകേഷ് വിദ്യാധരൻ ഇപ്രാവശ്യം ഇല്ല, അടുത്ത എപ്പിസോഡിൽ രാകേഷ് ഉണ്ടാവും. ഇപ്പം നമ്മുടെ കൂടെയുള്ള പുതിയൊരു അതിഥിയാണ്. കഴിഞ്ഞ എപ്പിസോഡിലും നമ്മൾ മണവാളൻ്റെ ഫൈറ്റും അതിന് ചുറ്റിപ്പറ്റിയുള്ള ആ ഒരു ഡിസ്കഷന് നമ്മൾ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്താണ് നമ്മുടെ വ്യൂ എന്നുള്ള കാര്യങ്ങളെല്ലാം. പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്. കാരണം ഈ മണവാളൻ ഓൾറെഡി ഒരു ഫൈറ്റ് അക്സെപ്റ്റ് ചെയ്തു. മിസ്റ്റർ അഫ്സൽ ഷായുടെ ഒരു ഫൈറ്റ് അക്സെപ്റ്റ് ചെയ്തു. പിന്നെ അത് നടന്നില്ല. രണ്ടുപേരുടെയും കാര്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ ആയില്ല, സം കൈൻഡ് ഓഫ് റീസൺസ്. പിന്നെ അത് ഓക്കെ ആയില്ല. പക്ഷേ അതിനുശേഷം ഇമ്മീഡിയറ്റ്ലി ഈ നൂറുകണക്കിന് ആൾക്കാർ ചലഞ്ച് ചെയ്തിട്ടും അതൊന്നും അക്സെപ്റ്റ് ചെയ്യാതെ മണവാളൻ അക്സെപ്റ്റ് ചെയ്തൊരു ചലഞ്ച് ഉണ്ട്. അതായത് ഒരു ഫൈറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ സാജർ ഫ്രം പഞ്ചതന്ത്ര മാർഷൽ ആർട്സ് അക്കാഡമിയുടെ സാജറിൻ്റെ ഫൈറ്റാണ് അക്സെപ്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് ഉള്ളത് മിസ്റ്റർ സാജർ. യെസ്, ഹായ് സാജർ. ഇന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്, ആരാണ് ഈ സാജർ? അതെ, ആരാണ് ഈ ഇംതിയാസ് എന്നൊക്കെ പറയുന്ന പോലെ ആരാണ് സാജർ? അപ്പോൾ നമുക്ക് അധികം തുടങ്ങാം അല്ലേ? യെസ്, അതൊരു വാലിഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം കൊച്ചിൻ ബേസ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു 4 വർഷമായിട്ടുള്ളൂ. ഐ ആം നേറ്റീവ് ഫ്രം തൃശ്ശൂർ. ഓക്കെ, ഞാൻ ഈ ഫീൽഡിലൊരു 10-12 ഇയേഴ്സ് ആയിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ആസ് എ ഫൈറ്ററായിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ പ്രൊഫഷണൽ കോച്ചായിട്ടും അതുപോലെ തന്നെ റെഫറിങ് അങ്ങനെയുള്ള മേഖല. ഇപ്പോൾ നമ്മൾ തന്ത്ര ഫൈറ്റ് സീരീസ് എന്ന് പറയുന്ന ഒരു പുതിയ ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിലേക്ക് ഞാൻ ഫൈറ്റ് ഓർഗനൈസ് ചെയ്യുന്നു. ഓൾറെഡി നമ്മളൊരു ഫൈറ്റ് ഇവിടെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ബാക്ക് ഇൻ 2022. ഓക്കെ, അതിനുശേഷം ഇപ്പോൾ എൻ്റെ രണ്ടാമത്തെ ഒരു ഇവൻ്റാണ്. പക്ഷേ അത് നമ്മൾ തന്ത്ര ഫൈറ്റ് സീരീസ് അല്ലെങ്കിൽ പഞ്ചതന്ത്ര മാർഷൽ ആർട്സ് ആൻഡ് ഫിറ്റ്നസിൻ്റെ ടേക്കൺ കെയർ ഓഫിൽ തന്ത്ര ഫൈറ്റ് സീരീസ് എന്നുള്ളൊരു പേരിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ബൈ ഫ്യൂച്ചർ നമ്മൾ തന്ത്ര ഇവൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫൈറ്റ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഇവൻറ്റ്സ് മാത്രം കണ്ടക്ട് ചെയ്യുന്നൊരു ഫേം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റെപ്പാണ് ഈ ഫൈറ്റ് സീരീസ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റത്തെ എഡീഷനാണ് മുയ് തായ് ചാമ്പ്യൻഷിപ്പ്. നെക്സ്റ്റ് എഡീഷൻ നമ്മൾ പ്രൊഫഷണൽ ബോക്സിങ്, അതുപോലെ തന്നെ അമച്ചർ ബോക്സിങ് നമ്മുടെ ഇന്ത്യൻ ബോക്സിംഗ് കൗൺസിലിൻ്റെ അണ്ടറിൽ നമ്മൾ ചെയ്യാനായിട്ടുള്ള ഒരു ഡിസ്കഷൻ തുടങ്ങിയിട്ടുണ്ട്. ഓഫ് കോഴ്സ് യു നോ ദാറ്റ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ MMA പ്ലാൻ ചെയ്യുന്നുണ്ട്, കിക്ക് ബോക്സിങ് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ വെറൈറ്റി ഓഫ് ഇവൻറ്റ്സ് നമ്മളൊരു ഇയറിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടൊരു മൾട്ടി ലെവൽ ഒരു ഇവൻറ്റ്, നമ്മളൊരു ഹ്യൂജ് ഇവൻറ്റ് ബൈ ഫ്യൂച്ചർ നമുക്ക് കാണാൻ പറ്റും. തന്ത്ര ഫൈറ്റ് സീരീസിൻ്റെ ഒരു ഇവൻറ്റ് നമുക്ക് എന്തായാലും കാണാൻ പറ്റും. പക്ഷേ സ്റ്റാർട്ടിങ് മുയ് തായ് ആണ് നമ്മൾ ചെയ്യുന്നത്. കേരള സ്റ്റേറ്റ് മുയ് തായ് അസോസിയേഷൻ അണ്ടറിലാണ് അത് ചെയ്യുന്നത്, അണ്ടർടേക്കണിലാണ്. അതുപോലെ തന്നെ ഈ തന്ത്ര ഫൈറ്റ് സീരീസ് എൻ്റെ ഇവൻ്റാണ്. അപ്പോൾ അതിലേക്ക് ഞാനൊരു എന്താ പറയുക
ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഇപ്പോൾ മണവാളനാണല്ലോ നിൽക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റത്തെ MMA ഫൈറ്റിൻ്റെ ഒരു എന്താ പറയുക ഒരു ഇഷ്യൂ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മണവാളനാണ് ട്രെൻഡിങ്. ഇപ്പോൾ നമ്മൾ ഹസ്കി ഡാൻസ് ട്രെൻഡിങ് ആയിരുന്നു, അത് കഴിഞ്ഞപ്പോൾ മണവാളനാണ് ട്രെൻഡിങ്. അപ്പോൾ ആ ട്രെൻഡ് പിടിച്ചു. സത്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ട്രെൻഡ് പിടിച്ചു. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയ ത്രൂ നമ്മളും പ്രൊമോഷൻസ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് കുറച്ച് പേർക്ക് അറിയായിരിക്കും, കുറച്ച് ഫൺ കണ്ടൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പിടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടന്റ് ഞാൻ പിടിച്ചു. അത് കഴിഞ്ഞ് ആസ് യൂഷ്വൽ നമ്മളത് അപ്ലോഡ് ചെയ്യുന്നു, എൻ്റെ മീഡിയ ടീം അത് അപ്ലോഡ് ചെയ്യുന്നു. ഞാൻ ആസ് യൂഷ്വൽ എൻ്റെ ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കിടന്നുറങ്ങുന്നു. പിറ്റേ ദിവസം നോക്കുമ്പോൾ 5 ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ അത് കാണുന്നു. ഇതാണ് സത്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അത് കഴിഞ്ഞപ്പോൾ ഓക്കെ, നല്ല റീച്ച് കിട്ടി. അപ്പോൾ നമ്മുടെ ഇവൻറ്റിന് അതൊരു പ്രൊമോഷനാണ്, നല്ല റീച്ചാണ്. അങ്ങനെ ഒരു ഹാപ്പിനെസ്സിൽ നിൽക്കുമ്പോൾ ഒരു ദിവസം മെസ്സേജ് വരുന്നു, മണവാളൻ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരുന്നു. ഇതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തു. ഓഫ് കോഴ്സ് നമ്മൾ പബ്ലിക്കായിട്ട് നമ്മൾ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. ചലഞ്ചല്ല ആക്ച്വലി, അതൊരു കൈൻഡ് ഓഫ് ഓഫറാണ്. കാരണം ചലഞ്ച് എന്ന് പറയുമ്പോൾ നമ്മളതിൽ നിങ്ങളുടെ ചലഞ്ച് ആക്ച്വലി കുറച്ച് രസമുള്ള ചലഞ്ചാണ്. അത് കുറച്ചുകൂടി ഈസി ആയിട്ടും തോന്നി. ഈസി ആയിട്ടുള്ള ചലഞ്ചാണ് കമ്പാരിറ്റീവ്ലി. ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്ക ആൾക്കാരും കൊടുത്തിരിക്കുന്ന ചലഞ്ച് എൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യൂ, എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫൈറ്ററുമായിട്ട് ഫൈറ്റ് ചെയ്യൂ, ജയിക്കൂ എന്നുള്ള രീതിയിലൊക്കെയാണ് പലതും ഇത് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ചലഞ്ചിന്റെ ഒരു ഇതെന്ന് ഒരു യൂണിക്നെസ് ഞാൻ പിടിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്താൽ 2.5 lakhs, 3 റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2.5 lakhs. പിടിച്ചെന്നാലും മതി. അപ്പോൾ ഈസി വിൻ സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, ഇത് എൻ്റെ ഒരു ഇവൻറ്റിൻ്റെ ഒരു ഹൈപ്നെസ്സിന് നമ്മൾ അത് ഒരു സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെയാണ്. പക്ഷെ അത് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തപ്പോൾ പിന്നെ അത് നമുക്ക് വിടാനും തോന്നിയില്ല. കാരണം ഓൾറെഡി മണവാളനൊരു സെലിബ്രിറ്റിയാണ്, വലിയ കാര്യം. അതെ, ഓഫ് കോഴ്സ്. കാരണം മണവാളനായിട്ട് എനിക്ക് പേഴ്സണൽ ഒരു ഗ്രഡ്ജോ കാര്യങ്ങളോ ഇല്ല. എൻ്റെ കണ്ണിൽ മണവാളൻ ഈസ് എ amateur fighter. അപ്പോൾ ഞാൻ ആക്ച്വലി ചോദിച്ച ചോദ്യം കുറച്ച് നമ്മൾ വേറെ റൂട്ടിലേക്ക് പോയി. അതെ, സാജറിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അതായത് സാജർ, വെർ യു കം ഫ്രം, ഹൗ ഡിഡ് യു സ്റ്റാർട്ട് യുവർ കരിയർ ഇൻ മാർഷൽ ആർട്സ്? എത്ര കാലമായിട്ട് മാർഷൽ ആർട്സ് ചെയ്യുന്നുണ്ട്? എന്താണ് നിങ്ങൾ ഈ മാർഷൽ ആർട്സ് ഇൻഡസ്ട്രിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്? അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് MMA കിക്ക് ബോക്സിങ് ഫൈറ്ററായിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എവിടെയായിരുന്നു? തൃശ്ശൂരായിരുന്നു, ബേസ് തൃശ്ശൂരിൽ നിന്നായിരുന്നു. എൻ്റെ കോച്ച് ആഷിഖ് അമീർ ആയിരുന്നു. അതെ, ആഷിഖ് അമീർ പുള്ളിക്കാരനാണ് എൻ്റെ കോച്ചായിരുന്നത്. തൃശ്ശൂർ ടൈഗർ കേജിൽ നിന്നാണ് നമ്മൾ ഫൈറ്റായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കരിയർ ഓൾറെഡി പ്രീവിയസ്ലി നമ്മൾ ചെറിയ ചെറിയ ഇതൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ആസ് എ ഫൈറ്റർ കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ആ ടൈമിലാണ്. ഓക്കെ, അപ്പോൾ അത് ബാക്ക് ഇൻ ഐ തിങ്ക് ഒരു 2015-16 ആ കാലയളവിലായിരിക്കും ഞാൻ ഫൈറ്റിംഗ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. മറ്റേത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയല്ലാതെ ഒരു കരിയർ വൈസിലേക്ക് മാറുന്നത് ആ ടൈമിലാണ്, 15-16 ടൈമിലാണ്. അതിനുശേഷം ഞാൻ റിങ്ങിലേക്ക് ഇറങ്ങുന്നത്. ഞാൻ പക്ഷേ ആക്റ്റീവായിട്ട് ഫൈറ്റ് ചെയ്ത് തുടങ്ങിയത് ഒരു 2018-19 ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഖത്തറിലേക്ക് പോയി. അതിനു മുമ്പ് ഞാൻ കുവൈറ്റിലേക്ക് പോയി. 2 വർഷത്തോളം കുവൈറ്റിലായിരുന്നു. എൻ്റെ ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു അക്കൗണ്ട്സ് കം അഡ്മിനിസ്ട്രേഷൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഒപ്പം ഈ ഒരു കരിയറും കൂടി പെർസ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ ഒരു ഗുണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പോയാലും ഇതിലേക്ക് തന്നെ തിരിച്ചെത്തും. എനിക്കിഷ്ടമുള്ള പാഷൻ ഇതാണ്. മറ്റേത് ലൈക്ക് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിൽക്കുന്ന കാരണം കൊണ്ട് ഐ ഹാവ് ടു ഏൺ. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു പ്രൊഫഷൻ, ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഞാൻ അബ്രോഡ് പോകുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നു, വീണ്ടും ഈ കരിയറിലേക്ക് തന്നെ വീണ്ടും കയറി വരുന്നു. അതിനുശേഷം ഞാൻ ഖത്തറിലേക്ക് പോകുന്നു. എനിക്കൊരു ഇഞ്ചറി ഉണ്ടായിരുന്നു, ലിഗമെന്റ് ടയർ വന്നു. അപ്പോൾ വീണ്ടും ഞാൻ ഖത്തറിലേക്ക് പോകുന്നു. അവിടെയും ഈ കരിയർ തന്നെ ഫോക്കസ് ചെയ്യുന്നു. 19 വരുന്നു, ഫൈറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞപ്പോൾ കോവിഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ അവിടെ ഖത്തറിൽ ഞാൻ എൻ്റെ വർക്ക് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് തിരിച്ചു പോകാൻ പറ്റാതായി. സോ ഞാനിവിടെ തന്നെ ഒരു മൊബൈൽ ഷോപ്പ് ഇടുന്നു. ആ മൊബൈൽ ഷോപ്പ് ഇട്ടത് അട്ടർ ഫെയിലിയർ ആയിപ്പോയി. നല്ല ലോസ് ആയിപ്പോയി. എത്ര ലോസ് വന്നാണ്? 10 lakhs എൻ്റെ അടുത്ത് ലോസ് വന്നിട്ടുണ്ട്. സന്തോഷമായി, നല്ല സന്തോഷമായി. അത് കുറേ ആ കാലയളവിൽ ബിസിനസ് പൊട്ടിയ പല മലയാളീസിൻ്റെ കൂട്ടത്തിലും ഞാനും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ലോസ് വരുന്നു. അങ്ങനെ ഞാൻ ആ ടൈമിൽ എൻ്റെ
എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്ന ആളെ തന്നെ ഞാൻ മാരേജ് ചെയ്യുന്നു. എൻ്റെ വൈഫ് ഇപ്പോൾ കറൻ്റ് എൻ്റെ വൈഫായിട്ടിരിക്കുന്ന ആസിഫ എന്ന് പറയും, പുള്ളിക്കാരി ഞാൻ മാരേജ് ചെയ്യുന്നു. പിന്നെ അവിടെ നിന്നൊരു ടേൺ ഓഫ് ഇവൻറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. പേഴ്സണൽ ലൈഫിൽ കുറച്ച് ടേൺ ഓഫ് ഇവൻറ്റ്സ് ഉണ്ടായിരുന്നു. കാരണം ഒരു കോൺട്രവേഴ്ഷ്യൽ മാരേജ് ആയിരുന്നു. ഫാമിലീസൊക്കെ എൻ്റെ ഫാമിലി കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവർക്ക് സ്നേഹക്കുറവുണ്ടായിരുന്നില്ല, പക്ഷേ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവരുടെ അടുത്ത് പറയാതെ ഞാൻ കല്യാണം കഴിച്ചത് അതുകൊണ്ടാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. രജിസ്റ്റർ മാരേജ് ആയിരുന്നു. ഞങ്ങൾ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ കൊച്ചിയിലേക്ക് ഞാൻ ഫുള്ളി ഷിഫ്റ്റ് ചെയ്യുന്നു. അന്ന് 0 ആണ്. ലൈക്ക് കുറച്ച് കടബാധ്യതകളും ഒക്കെ ഇങ്ങനെ ഫുള്ളി ആകെ പൊളിഞ്ഞിരിക്കുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. അന്നും വർക്കൗട്ട് ചെറുതായിട്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ ടൈമിൽ ഞാൻ ഇവിടെ കൊച്ചിയിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഡിഫറെൻറ്റ് ജോബ്സ് ചെയ്യുന്നുണ്ട്. ഞാൻ മൂവീസിൽ ആ ടൈമിലാണ് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. സ്റ്റണ്ട് കൊറിയോഗ്രാഫർ. അതെ, തല്ലുമാലയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അത് സുപ്രീം സുന്ദർ സാർ എനിക്കൊരു അവസരം തന്നു, ഒരു ഫൈറ്റ് ചെയ്യാൻ അവസരം തന്നു. അപ്പോൾ മാർഷൽ ആർട്ടിസ്റ്റാന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എനിക്കൊരു അവസരം തന്നു അതിൽ. അപ്പോൾ അങ്ങനെ ആ ഒരു ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞപ്പോൾ അന്ന് അവിടെ പെർഫോം ചെയ്ത കുറച്ച് പേരുണ്ട് പറഞ്ഞു, ഒന്ന് പെർഫോം ചെയ്തുകൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ മൂവീസിലേക്ക് കുറച്ച് ഇങ്ങനെ കണക്ഷൻസ് ത്രൂ, ഇപ്പോൾ വൈഫും ആർട്ടിസ്റ്റൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ത്രൂ ഞാൻ കുറച്ച് മൂവീസ് സ്റ്റണ്ട് കൊറിയോഗ്രാഫർ അസിസ്റ്റൻ്റൊക്കെ ആയി. അങ്ങനെ കുറച്ച് മൂവീസ് ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്തു. 2 മൂവി അഭിനയിച്ചു. അതൊക്കെ ഉണ്ടായി അതിൻ്റെ ഇടയ്ക്ക്. വലിയ ആളാണ് എൻ്റെ മുമ്പ് ഇരിക്കുന്നത്. അല്ലല്ല, ചെറിയൊരാളാണ്. ആ പടം അത്ര അങ്ങോട്ട് ക്ലിക്കായില്ല. അത് പിന്നെ അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഒരു സർവൈവൽ മോഡായിരുന്നു അത്. അതൊരു കരിയറാക്കിയിട്ട് എടുക്കാനല്ലായിരുന്നു, പക്ഷെ അതിൻ്റെ ഒരു സർവൈവലായിരുന്നു. ഒരു ജോബ് വേണമായിരുന്നു, പ്രൊവൈഡ് ചെയ്യണ ഫാമിലീന് പ്രൊവൈഡ് ചെയ്യണമായിരുന്നു. സോ അത് പെർസ്യൂ ചെയ്ത് കഴിയണതിൻ്റെ ഇടയിൽ ഞാൻ കുറേ ജോബ്സ് നോക്കിയായിരുന്നു. എൻ്റെ അക്കൗണ്ട്സ് ഫേമിൽ അങ്ങനെ കുറേ ഞാൻ ഇതയച്ചായിരുന്നു, റെസ്യൂമേഴ്സ് അയക്കും. പക്ഷെ അതൊന്നും കിട്ടിയിരുന്നില്ല. ഒരു ദിവസം 10-25 ഫേംസിലേക്ക് ഞാനിങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. കറങ്ങി തിരിഞ്ഞ് ഇവിടെ വരാനായിരുന്നു യോഗം. ആ സമയത്താണ് ഞാൻ താമസിക്കുന്ന എൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു സ്പോർട്സ് അക്കാഡമി ഉണ്ട്, സ്പോർട്സ് അരീന ഉണ്ട്, കൊച്ചിൻ സ്പോർട്സ് അരീന എന്ന് പറയും. അവിടെ മാർഷൽ ആർട്സിന് ആൾക്കാരെ നോക്കണമായിരുന്നു. അപ്പോൾ എൻ്റെ വൈഫ് പറയുന്നത് മാർച്ചിലേ പറയുന്നുണ്ടായിരുന്നു, നീ അവിടെ പോയി ഒന്ന് നോക്ക് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, 22 മാർച്ച് ടൈമിൽ ഇവളെൻ്റെ അത് പറഞ്ഞായിരുന്നു, അവിടെ ഒന്ന് പോയി അന്വേഷിക്കുക, കാരണം നിൻ്റെ ഫീൽഡ് ഇതാണല്ലോ, നീ അത് ചെയ്താൽ മതി എന്ന്. പുള്ളിക്കാരി എന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. കാരണം അവൾക്ക് എനിക്കിഷ്ടമല്ലാത്ത ജോലി ചെയ്യാൻ എന്നെ വിടാനായിട്ട് അവൾക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അവൾക്കറിയാം എൻ്റെ ലൈഫും എൻ്റെ ഒരു പാഷൻ ഇതിൽ തന്നെയാണ് എന്നറിയാം. അപ്പോൾ പുള്ളിക്കാരി എന്നെ വേറെ ജോബിന് പോയി പ്രൊവൈഡ് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നില്ല. ജോലിക്ക് പോയില്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യത്തിന് ചെയ്താൽ മതി എന്നുള്ളൊരു സപ്പോർട്ടീവ്നെസ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ഇവിടെ ഞാൻ ചോദിച്ചു. അത് ഓഗസ്റ്റിലെന്തോ ചോദിക്കുന്നത്. അത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മാർച്ച് മുതൽ ഞാനിത് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരു മാർഷൽ ആർട്സ് കോച്ചിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയും കാലം എന്ന് ചോദിച്ചാൽ അതെ, നമ്മൾ പറയും ചോക്ക് മലയുടെ മുകളിൽ നിന്നിട്ട് ചോക്ക് തപ്പിപ്പോകണം. തൊട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നതാണ്. ഞാൻ അന്വേഷിച്ച് പോയില്ല. ഓക്കെ, എന്നിട്ട് അവരത് അപ്രൂവ് ചെയ്യുന്നു. അവിടെ ഞാൻ പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മളായി ഫസ്റ്റ് ഇവൻറ്റ് ഞാൻ മറ്റേ അസോസിയേഷൻ്റെ കൂടെ ഇൻ്റർ സ്കൂൾ ഇവൻറ്റും ഒപ്പം ഫൈറ്റ് ലീഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. അത് നല്ല സക്സസ് ആയിരുന്നു. അതിനുശേഷം എനിക്ക് നല്ല ക്ലയൻറ്റ് ബേസ് വന്നു തുടങ്ങി. പിന്നെ അവിടെ നമുക്കത് വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നു. കാരണം സ്പേസ് ലിമിറ്റേഷൻസ് കുറച്ച് എനിക്ക് വന്ന കാരണം കൊണ്ട് നമ്മുടെ അക്കാഡമീസിൻ്റെ കുറച്ച് സ്പേസ് ലിമിറ്റേഷൻ വന്നുകൊണ്ട്, എന്നാലും അവർ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ഒരു സെറ്റ് ഓഫ് പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇൻഡിവിജ്വലി മാറാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു 1 ഇയറോളം എനിക്ക് അതിൻ്റെ പിന്നാലെ നടക്കേണ്ടി വന്നു. കാരണം അറിയാമല്ലോ, നമ്മളൊരു പുതിയൊരു സ്ഥാപനം ഇടുമ്പോൾ അതിൻ്റേതായ കുറേ ലോൺ പ്രോസസ്സ്, ലോൺസ് എടുക്കാനായിട്ടൊക്കെ എവിടുന്ന് ലോൺ കിട്ടില്ല, ഭയങ്കര പ്രശ്നമായിരുന്നു. മുദ്രാ ലോൺ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ ഞാൻ തപ്പി, പക്ഷെ അത് നമുക്ക് വർക്കൗട്ടായില്ല. അപ്പോൾ അങ്ങനെയാണ് വൈഫ് അവളുടെ വീട് LIP ചെയ്തത്, ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി. അതെ, അങ്ങനെയാണ് ഞാൻ എൻ്റെ ഫേം സ്റ്റാർട്ട് ചെയ്യുന്നത്. കറൻറ്റ് പഞ്ചതന്ത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. കാരണം അവളുടെ വീട്ടിലത്തെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്.
അതാണ് ഇവിടം വരെ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. സോ ഇതാണ് നമ്മൾ കാണുന്ന സാജറിന്റെ പുറകിലേക്കുള്ള ലൈഫ്. അതെ, Wonderful. അതിൽ കുറേയും കൂടിയും പ്രശ്നങ്ങളുള്ള ഭാഗങ്ങളുണ്ടായിരുന്നു. അതിപ്പോൾ തൽക്കാലം ഞാൻ പറയുന്നില്ല, അത് വാജിദ് ഭായിക്ക് പേഴ്സണലായിട്ട് അറിയാം. പക്ഷെ അത്രയും ഡാർക്കിലേക്ക് പോകണ്ട എന്ന് വെച്ചിട്ടാണ്. കാരണം വ്യൂവേഴ്സിൻ്റെ അതൊരു പോസിറ്റിവിറ്റി ആണല്ലോ നമുക്കത് വേണ്ടത്. പക്ഷെ ഇതിനകത്തൊക്കെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം ഞാൻ കണ്ടത് നിങ്ങളുടെ വൈഫിന്റെ സപ്പോർട്ടാണ്. ഡെഫിനറ്റ്ലി അതാണ് ഏറ്റവും അവളില്ലായിരുന്നെങ്കിൽ ഇത്രയും ഞാൻ എത്തില്ലായിരുന്നു. കാരണം അവളില്ലായിരുന്നെങ്കിൽ ആസ് ഒരു ഡേ ജോബ് ചെയ്ത് ഏതെങ്കിലും ഒരു പേഴ്സണൽ ട്രെയിനിങ് എവിടെയെങ്കിലുമൊക്കെ എടുത്ത് ഫാമിലി പ്രൊവൈഡ് ചെയ്ത് ഞാൻ അങ്ങനെ നോർമൽ ഒരു സാധാരണ ഒരു മാർഷൽ ആർട്ടിസ്റ്റിനെ പോലെ അല്ലെങ്കിൽ ഒരു കോച്ചിനെ പോലെ ജീവിച്ചു പോയേനെ. ഇപ്പോൾ എനിക്ക് 100ഓളം സ്റ്റുഡൻസ് ഉണ്ട് നമ്മുടെ അക്കാഡമിയിൽ. ഇപ്പോഴും കറൻ്റ്ലി നല്ല സ്റ്റുഡൻസിൻ്റെ എൻക്വയറീസ് വരുന്നുണ്ട്. നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. നമ്മളിനി ഒരു പുതിയൊരു ലൊക്കേഷൻ നോക്കുന്നുണ്ട്. അപ്പോൾ ആഫ്റ്റർ ഇതൊക്കെ ഈ ഒരു കോൺട്രവേഴ്സീസിൽ നിന്നൊക്കെ ഇറങ്ങി ഒന്ന് ഹയറിൽ നിന്ന് താഴത്തേക്ക് വന്നിട്ട് വേണം എനിക്കിതൊക്കെ ഒന്ന് എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇതുവരെയുള്ള എൻ്റെ ഒരു ലൈഫ് ഇങ്ങനെയാണ്. താങ്ക്സ് ടു ഓൾമൈറ്റി. യെസ്, ഡെഫിനറ്റ്ലി. അപ്പോൾ ഇനി ഏറ്റവും നിങ്ങളുടെ ഒരു വ്യൂവിൽ ഓക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മണവാളൻ്റെ സ്റ്റേറ്റ് ചാമ്പ്യൻ എന്നുള്ള ലേബലും ആ MMA-യിലുള്ള ഒരു വിക്ടറി. നിങ്ങളുടെ ആംഗിളിൽ ആ ഫൈറ്റ് എങ്ങനെയാണ് നടന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആംഗിളിൽ അതൊരു ഫേക്ക് ഫൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വാട്ട് ഈസ് യുവർ വ്യൂ ഓൺ ദിസ്? എനിക്ക് ഫേക്ക് ഫൈറ്റ് ആയിട്ടുള്ളൊരു വ്യൂ അങ്ങനെ ഇല്ല. കാരണം ഇൻ റിങ് ഞാനൊരു കാരണവശാലും ഒരു ഫൈറ്റിനെയും ഫേക്ക് ഫൈറ്റ് ആണെന്ന് ഞാൻ പറയില്ല. കാരണം ഞാൻ ഈ പ്രൊഫഷനിലുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഫേക്ക് ഫൈറ്റ് ആണെന്നൊന്നും തോന്നില്ല. പക്ഷെ അന്ന് ഉണ്ടായൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണവാളിനെക്കാട്ടും ഒരു ലെവൽ കുറഞ്ഞൊരു ഫൈറ്ററിനെയാണ് അന്ന് മണവാളിന് കിട്ടിയിട്ടുള്ളത്. അത് എന്തോ ഒരു എന്താ പറയുക, നമുക്ക് പറയില്ല, ചിലപ്പോൾ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും അത് പറ്റിയിട്ടുണ്ടാവുക. ഓർഗനൈസേഴ്സിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം, ചിലപ്പോൾ ആ ഒരു ഫൈറ്റ് സെലക്ട് ചെയ്ത ആളുടെ മിസ്റ്റേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മാച്ച് മേക്കിങ്ങിൽ ഉണ്ടായ ഒരു മിസ്റ്റേക്ക് ആണെന്നേ ഞാൻ പറയുള്ളൂ. ഡെഫിനറ്റ്ലി. കാരണം മണവാളിനെ പോലുള്ള ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് പുള്ളി ചെയ്തിട്ടുണ്ട്, അത് തോറ്റിട്ടുമുണ്ട്. ഫസ്റ്റ് ഫൈറ്റ് പുള്ളി തോറ്റു എന്നാണ്. യെസ്, തോറ്റുണ്ട്. അതെ അതെ അതെ. ഓക്കെ. അപ്പോൾ ആ ഫൈറ്റ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് മണവാളിനെക്കാട്ടും ഒട്ടും തന്നെ എക്സ്പീരിയൻസ്ഡ് അല്ലാത്തൊരു ഫൈറ്ററിനെ കിട്ടുന്നത്. അതിൽ മണവാളൻ ഫൈറ്റ് ചെയ്യുന്നു, ഒരു അമച്ചർ. എൻ്റെ കണ്ണിൽ അതൊരു അമച്ചർ ഫൈറ്റർ, 2 അമച്ചർ ഫൈറ്റേഴ്സ് തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നു, അതിലൊരാൾ ജയിച്ചു. പക്ഷെ അത് സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷനാണോ അങ്ങനെ എടുക്കാൻ മാത്രമുള്ളൊരു ഫൈറ്റ് ഉണ്ടായിരുന്നില്ല. വി ക്യാൻ പുട്ട് ഇറ്റ് ആസ് എ ലൈക്ക് ഒരു ഷോ ഫൈറ്റ് പോലെ, ഒരു എക്സിബിഷൻ മാച്ചൊക്കെ ആയിട്ട് അതിനെ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും കോൺട്രവേഴ്സീസ് അതിൻ്റെ മുകളിൽ ഉണ്ടാവില്ലായിരിക്കാം. സ്റ്റേറ്റ് ഫൈറ്റ് ആക്കി ഇന്നെ അതെ എന്നെ അതിന് ഭയങ്കരമായിട്ട് അതൊരു പ്രൊജക്റ്റ് ചെയ്തു. പിന്നെ ഒരു വെല്ലുവിളി ഒക്കെ ഉണ്ടായിരുന്നു ഇതിന് മേലെ വെക്കുക. പക്ഷെ എനിക്ക് തോന്നുന്നത് അത് MMA കമ്മ്യൂണിറ്റിനല്ല. അത് അന്ന് ആ വീഡിയോ കറക്റ്റായിട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതൊരു MMA കമ്മ്യൂണിറ്റിന് അങ്ങനെ ആരെയും പറഞ്ഞല്ല. അവർ തമ്മിൽ ഇൻഫ്ലുവൻസേഴ്സ് തമ്മിൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും കശപിശുണ്ടായിരുന്നു തോന്നുന്നു ആ ടൈമിൽ. എങ്ങനെ എനിക്ക് മനസ്സിലാക്കിയത്. അപ്പോൾ ആ സംഭവം പുള്ളിക്കാരൻ അതിനെ പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് വെല്ലുവിളിയൊക്കെ നടത്തിയത്. പക്ഷെ അത് ഉന്നം മാറി കൊണ്ടു, അതാണ് ഉണ്ടായത്. കൊണ്ടത് വേറെ സ്ഥലത്തേക്ക് കമ്മ്യൂണിറ്റിക്കാണ്. അതെ, എല്ലാവരും കയറി പിടിക്കുകയും ചെയ്തു. അത് വലിയൊരു പ്രശ്നം. വേറെ നല്ല കളിക്കുന്ന ആളില്ലേ എന്നുള്ള ചോദ്യമായി. പിന്നെ എന്തുകൊണ്ട് ആ ഇന്ന ഫൈറ്ററിന് കൊടുത്തില്ല? പിന്നെ ഓൾമോസ്റ്റ് ആ ഫൈറ്റിൽ കുറേ നല്ല ഫൈറ്റേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, വേറെ കുട്ടികൾ കുറേ പേര് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫൈറ്റേഴ്സിനൊക്കെ നാണക്കേട് പോലെ അത് കുറേ പേര്, ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അത് കുറേ പേര് നെഗറ്റീവ്ലി അത് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഒരുപാട് നെഗറ്റീവ് പ്രൊജക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വഴിയെ പോകുന്ന ആൾക്കാർ വരെ കയറി ചലഞ്ച് ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഡെഫിനറ്റ്ലി സത്യം. അപ്പം ഇപ്പം എനിക്ക് തന്നെ മെസ്സേജ് എത്ര പേര് വരുന്നുണ്ടെന്ന് അറിയോ? അതായത് പ്രാക്ടീസ് ചെയ്യാത്തവർ പോലും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, മണവാളിൻ്റെ ഫൈറ്റ് ഞാൻ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് കുറേ മെസ്സേജസ് എനിക്ക് വരുന്നുണ്ട്. എല്ലാവർക്കും കണ്ടന്റാ. യെസ്, പബ്ലിസിറ്റി ആണല്ലോ. അതെ അതെ അതെ, കണ്ടന്റാണ്. ഓഫ് കോഴ്സ് നമുക്കും കണ്ടന്റ് കിട്ടിയിട്ടുണ്ട്, നമുക്കും അതിൻ്റെ ഒരു ഹൈപ്പ് കിട്ടിയിട്ടുണ്ട്, എൻ്റെ പേജ് റീച്ച് ആയിട്ടുണ്ട്. ഓഫ് കോഴ്സ് അത്രയും പേര് നമ്മുടെ ക്ലബിനെ പറ്റിയിട്ട് അറിയുന്നുണ്ട്. എല്ലാതും നല്ല പോസിറ്റീവായിട്ടും വരുന്നുണ്ട്, എന്നാൽ നെഗറ്റീവായിട്ടും വരുന്നുണ്ട്. അതെ, അത് എന്ത് പറഞ്ഞാലും അതിനൊരു നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ട്. ഓക്കെ, ആദ്യം എനിക്ക് കുറച്ച് അതിൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. കാരണം ഞാനിതൊന്നും യൂസ്ഡ് അല്ല.
ഇപ്പം ശീലമായി. ഇനിയിപ്പോൾ എയറിൽ പോകാൻ ഞാൻ ഹാപ്പിയാണ്. ഇനിയിപ്പോൾ ചിലപ്പോൾ ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നുകൂടി ഏറി പോയി എന്നുള്ളതായിരിക്കും ഇനി നോക്കാൻ ഇനി പോകുന്നത്. ഇനി ചന്ദ്രനിലേക്കാണോ ചൊവ്വയിലേക്കാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. എത്ര പോകണം എന്നുള്ളത് മാത്രമേ ഇനി നോക്കണ്ടുള്ളൂ. പക്ഷേ ഞാൻ അതിലിപ്പോൾ യൂസ്ഡായി. കാരണം കുറേ പേര് ചീത്ത വിളിക്കുന്നുണ്ട്, കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ മേജർ എൻ്റെ നമ്മളായിട്ട് ഒരു ഗുഡ് ഇതിൽ നിൽക്കുന്ന ഗുഡ് ടേംസിൽ നിൽക്കുന്ന കുറേ മാർഷൽ ആർട്ടിസ്റ്റുകളുണ്ട്, കോച്ചസ് ഉണ്ട്, എൻ്റെ സീനിയേഴ്സായിട്ടുള്ള കുറേ പേരുണ്ട്. അവരൊക്കെ നമ്മളെ അടുത്ത് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസിലാണ് നിൽക്കുന്നത്. ഈ ഒരു സാധനം ചെയ്തപ്പോൾ, ഈ ഒരു കണ്ടൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു ഫൈറ്റ് കൊടുത്തപ്പോൾ പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് കുറേ പേര് നമ്മുടെ അടുത്ത് സപ്പോർട്ട് ചെയ്യുന്നത്. അതെ അതെ. ഓക്കെ, എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ മണവാളൻ ഓൾറെഡി ചെയ്തത് MMA ഫൈറ്റാണ്. അതിലാണ് അവരൊരു ഇതിലേക്ക് വന്നത്, എന്താ പറയുക, സ്റ്റേറ്റ് ചാമ്പ്യനായി. ഓക്കെ, വാട്ട് എവർ കോൺട്രവേഴ്സീസ് വി ഹാവ് നൗ, അത് MMA ബേസിലാണ്. അതെ അതെ. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങളൊരു MMA ഫൈറ്റ് നിങ്ങൾ ഓഫർ കൊടുത്തില്ല? നിങ്ങൾ കൊടുത്തിരിക്കുന്നത് ഒരു മുവായത്തായ് ഫൈറ്റാണ് ഓഫർ കൊടുത്തിരുന്നത്. അതെ. എന്തുകൊണ്ടൊരു MMA കൊടുത്തില്ല? മുവായത്തായ് എന്താ കൊടുത്തത്? ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ചലഞ്ച് വെക്കുന്നതിന് മുമ്പ് ഞാൻ ഓൾറെഡി മുവായത്തായ് അസോസിയേഷനായിട്ട് ഈ ഇവൻറ്റ് നമ്മൾ ഓൾറെഡി കണ്ടക്റ്റായി. അതായത് ലൈക്ക് നമ്മളത് പ്ലാനിങ്ങിലായി. ഫസ്റ്റ് ഇവൻറ്റ് തന്ത്ര ഫൈറ്റ് സീരീസിൻ്റെ ഇത് മുവായത്തായ് അസോസിയേഷനായിട്ട്, കേരള സ്റ്റേറ്റ് മുവായത്തായ് അസോസിയേഷനായിട്ട് നമ്മൾ ചെയ്യുന്നു. നമ്മളൊരു തന്ത്ര ഫൈറ്റ് സീരീസ് എന്ന് പറഞ്ഞ പുതിയൊരു സീരീസ് ഓപ്പൺ ആവുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളത് ഓൾറെഡി സെറ്റായി. അതിന് ശേഷമാണ് ഞാൻ ഈ കണ്ടൻറ്റ് ഇടുന്നത്. സോ ഞാൻ ഈ കണ്ടൻറ്റ് ഇട്ടില്ലായിരുന്നെങ്കിൽ എല്ലാ ഇവൻറ്റും പോലെ ഈ ഒരു ഇവൻറ്റും കേരളത്തിൽ ഇവിടെ നടന്നു പോകും. ഇവിടെ ഇത്രയും കോൺട്രവേഴ്സീസ് ഉണ്ടാവില്ല, കുറേ ഫൈറ്റേഴ്സ് വരും. ലാസ്റ്റ് ടൈം ഞാൻ നടത്തിയ പോലെ തന്നെ നല്ലൊരു ഇവൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകും. ഫൈറ്റേഴ്സിന് നല്ല ഗുണമുള്ള ഇവൻറ്റുകളുണ്ട്, കാര്യങ്ങളൊക്കെ നടക്കും. കുറേ പ്രോ ഫൈറ്റേഴ്സ് ഉണ്ട്, അവർക്കും ബെനിഫിഷ്യലായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ അങ്ങനെ പൊക്കോളും, ആരും അറിയില്ല. അല്ലെങ്കിൽ കുറച്ച് ചാനൽസ് മാത്രം അത് ഇപ്പം നമ്മുടെ യൂട്യൂബ് നമ്മുടെ റെഗുലർ ചാനൽസ്, ലോക്കർ റൂം ഇന്ത്യ, ലോക്കർ റൂം നമ്മുടെ വെരി ബിഗ് സപ്പോർട്ടേഴ്സാണ്. അവർ 2022 ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരിപ്പോഴും കറൻ്റ്ലി നമ്മൾ ഈ ഫേസ് ഓഫിന് വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒഫീഷ്യൽ മീഡിയ പാർട്ട്ണർ എന്നുള്ള രീതിക്ക് തന്നെയാണ് ഞാൻ അവരെ ചാനൽ ചെയ്യുന്നത്. കാരണം അത്രയും സപ്പോർട്ടീവായിട്ടുള്ള ടീമാണ് ലോക്കർ റൂം. അപ്പോൾ ലോക്കർ റൂം ഞാൻ അവരെ ബുക്ക് ചെയ്തിട്ടുണ്ട് ആ ഇവൻറ്റിന്, ഫൈനൽ ലൈക്ക് 4th നടക്കുന്ന ഇവൻറ്റിന്. ലോക്കർ റൂം ആയിരിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, മീഡിയ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. സോ ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ അത് നോർമൽ ലോക്കർ റൂമിൻ്റെ മീഡിയ അറ്റൻഷനിൽ അല്ലെങ്കിൽ മീഡിയ സപ്പോർട്ടിൽ കാര്യങ്ങൾ കയറിപ്പോയേനെ. ഇതിപ്പോൾ ഇങ്ങനെ വന്നു എന്ന് വെച്ചിട്ട് ഞാൻ ഇവൻറ്റ് മാറ്റാൻ പറ്റില്ലല്ലോ. കാരണം ഓൾറെഡി നമ്മൾ ചാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക് മുവായത്തായ് ജാനുവരി, ബോക്സിങ്, അത് കഴിഞ്ഞിട്ട് MMA, അത് കഴിഞ്ഞ് കിക്ക് ബോക്സിങ്, അങ്ങനെ നമ്മൾ ചാർട്ട് ചെയ്തിട്ടുണ്ട്. അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മൾ ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെന്യൂസൊക്കെ ഇപ്പോൾ ഓൺ ദ ഗോ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മളൊരു നമ്മുടെ ഇപ്പോൾ ഈ കോൺട്രവേഴ്സി സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇനി ഒരു ബിഗ് പ്ലാറ്റ്ഫോം വേണം. നോർമൽ ചെയ്യുന്ന പറ്റില്ല. കാരണം എവിടെ പോയാലും ഇനിയിപ്പോൾ കോൺട്രവേഴ്സിയാണ്. ഇനിയിപ്പോൾ വെന്യൂ ചെറുതായി പോയി കഴിഞ്ഞാൽ അതിന് വേറെ പ്രശ്നം. സെക്യൂരിറ്റി ഭയങ്കര ഓഫ് കോഴ്സ് സെക്യൂരിറ്റി വേണം, വോളണ്ടിയേഴ്സ് വേണം, ബൗൺസേഴ്സിന് വയ്ക്കണം. അപ്പോൾ പ്ലാറ്റ്ഫോം നല്ലതായിരിക്കണം. അപ്പം കാണികൾ വരും, വ്യൂവേഴ്സ് വരും, ഇഷ്ടംപോലെ സെലിബ്രിറ്റീസ് വരുന്നുണ്ട്. അപ്പം ഇവർക്കൊക്കെ അക്കോമഡേറ്റ് ചെയ്യുന്നൊരു സ്പേസ് നമുക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ അതിന് വി ആർ വർക്കിംഗ് ഓൺ ദാറ്റ്. അത് ഹോപ്പ്ഫുള്ളി ഈ വീക്കിലൊക്കെ തന്നെ അത് ശരിയാവും. ഓക്കെ, അപ്പം നിങ്ങളുടെ ഇവന്റ് വരുന്നത് മുവായത്തായ് ആണ്, അപ്പോൾ അതുകൊണ്ടാണ് ഓഫർ ഇട്ടുള്ളത്. അല്ലാതെ അതിനെ MMA ഡിസ്റെസ്പെക്ട് ചെയ്തിട്ട് ഞാൻ മാറ്റി പിടിക്കുകയോ പിടിച്ചല്ല, ഡെഫിനറ്റ്ലി അല്ല. കാരണം അത് ഓൾറെഡി നമ്മൾ നമ്മുടെ ചാർട്ട് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസിൽ, ഞാൻ തന്ത്ര ഫൈറ്റ് സീരീസിന് ഞാൻ ചാർട്ട് ചെയ്തിട്ടുള്ള ഇവൻറ്റിൽ വന്നിരിക്കുന്നതാണ്. ഓഫ് കോഴ്സ് ഞാൻ നമ്മൾ ഇന്ത്യൻ ബോക്സിംഗ് കൗൺസിലായിട്ട് ഡെഫിനറ്റ്ലി ഞാൻ നമ്മൾ ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ട്, ഫൈനലൈസ് ചെയ്യാനുണ്ട്. നമ്മൾ ആദ്യം ഈ ഒരു ഇവന്റിന്റെ കൂടെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ സ്പേസ് അവൈലബിലിറ്റിയും പിന്നെ ഒരു കൺജസ്റ്റഡ് ആയിട്ട് വി ആർ ഓൺ ദ ഗോ. ലൈക്ക് എപ്പോൾ നമുക്ക് അതിന്റെ ഫീസിബിലിറ്റി വന്നാലും അത് ചെയ്യാം. കാരണം നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ടീമുകളാണ്. ഇന്ത്യൻ ബോക്സിംഗ് കൗൺസിൽ തന്നെ അത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നിപ്പോൾ പ്രൊമോട്ടർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെരി ബിഗ് ഹെൽപ്പ് ഫ്രം യു ഓൾസോ. താങ്ക് യു ഫോർ ദാറ്റ്. ഈ ഒരു ടൈം ഞാൻ അതിന് ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ യു. ലൈക്ക് എന്നെ ഒരു ഇവൻറ്റ് പ്രൊമോട്ടറാക്കി എന്നെ ലെവൽ 2 കോച്ചാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്ത്. സോ വാജിദ് ഭായ് എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് ഐ എം റിയലി താങ്ക് യു ഫോർ ദാറ്റ്. അതെ. സോ ഇനിയും നമ്മൾ ബോക്സിങ്ങിനാണെങ്കിലും നമ്മൾ മാക്സിമം
പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമ്മൾ നോക്കുന്നത്. എൻ്റെ ഫൈറ്റേഴ്സ് ബോക്സിങ്ങിന് ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്, എൻ്റെ വൈഫ് ഇറങ്ങിയിട്ടുണ്ട്. അത് അവള് ഹിൽ ബോക്സിന് ഇറങ്ങിയിട്ടുണ്ട്, കട്ടപ്പനയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തത് ഇപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങൾ MMA അല്ല മുയത്തായി ക്ലിയറായി. അടുത്ത എല്ലാവരും ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്ന്, കേരളത്തിൽ ഫൈറ്റേഴ്സിൻ്റെ യാതൊരു കുറവുമില്ല. ഇല്ല, അത് ശരിക്കും ഇപ്പോൾ കാലിക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഫൈറ്റേഴ്സാണ് ഇഷ്ടം പോലെ. ഒരു കല്ലെടുത്ത് മേളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ഒന്നുകിൽ വീഴുന്നത് ഒരു അക്കാഡമി അല്ല ഒരു ഫൈറ്ററിന്റെ മേളിലായിരിക്കും എന്ന് പറയും. അത്ര ഇതാണ്. നോർത്ത് കേരളയിലേക്ക് പോകുന്തോറും ഭയങ്കര സ്ട്രോങ് ആയിട്ട് വരികയാണ്. സെൻട്രൽ കേരള സ്ട്രോങ് ആണ് ഇപ്പോൾ, സൗത്ത് കേരള പൊങ്ങി വരികയാണ്. അപ്പോൾ ഫൈറ്റേഴ്സിന് ഒരു കുറവുമില്ല. ഇപ്പം പ്രൊഫഷണൽ ബോക്സിംഗ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ 218 ബോക്സേഴ്സ്, ലൈസൻസ്ഡ് ബോക്സേഴ്സ് ഉണ്ട്, പ്രോ ബോക്സേഴ്സ്. ഓക്കെ, അമച്വർ ബോക്സേഴ്സ് പിന്നെ എണ്ണിയ തീരില്ല, അതുപോലെ അമച്വർ ബോക്സേഴ്സ് ആണ്. മുവായത്തായി ഭയങ്കരമായിട്ട് വരുന്നുണ്ടല്ലോ. അതെ. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇപ്പോൾ കാലിക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നിങ്ങൾ ഈ തമിഴ്നാട് എന്നൊരു ഫൈറ്ററിനെ വിളിക്കാനുള്ള ഒരു റീസൺ എന്തായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത്, നമ്മുടെ ശരത്ത് എന്ന് പറയുന്ന തമിഴ്നാട് നേറ്റീവായിട്ടുള്ള ഫൈറ്ററാണ്. ശരത്ത് എന്ന ഫൈറ്ററിനെ തമിഴ്നാടിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടല്ല ഞാൻ ഇതിലേക്ക് ഇറക്കിയിട്ടുള്ളത്. തമിഴ്നാടിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് തമിഴ്നാട് വേഴ്സസ് കേരള എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ല ഞാൻ ഈ ഫൈറ്റിനെ എടുത്തിട്ടുള്ളത്. അത് ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഹാവ് ടു മേക്ക് തിങ്സ് ക്ലിയർ. തമിഴ്നാടിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഫൈറ്റർ അല്ല ശരത്ത് എന്ന് പറയുന്നത്. ഹീസ് എ ഗുഡ് ഫൈറ്റർ, ഹീസ് എ ഗുഡ് MMA ഫൈറ്റർ. ഓക്കെ, ആൻഡ് അവന് മുയത്തായി അധികം കളിച്ചുള്ള എക്സ്പീരിയൻസ് കുറവാണ്, എന്നാൽ ഹി ഹാസ് പ്ലേഡ് ഇൻ മുയത്തായി ഓൾസോ. പിന്നെ അവൻ ഫുൾ ടൈം ഒരു MMA ഫൈറ്ററാണ്, പക്ക MMA ഫൈറ്ററാണ്. MMA-ലാണ് അവൻ കാലിബർ തെളിയിച്ചിട്ടുള്ളതും കാര്യങ്ങളൊക്കെ. പിന്നെ എന്തുകൊണ്ട് ഞാൻ കേരളത്തിൽ നിന്ന് ഫൈറ്റേഴ്സിന് എടുത്തില്ല എന്നുള്ളത്, എന്നെയായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരുപാട് നല്ല കോച്ചസ് ഉണ്ട്, നല്ല ക്ലബ്സ് ഉണ്ട്, എന്നെയായിട്ട് നല്ല ബന്ധമുള്ള കുറേ കോച്ചസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഇവൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രൊമോഷൻ ഞാൻ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ ചിലപ്പോൾ 10 പേരുണ്ടെന്ന് വയ്ക്കുക, 10 പേരെ എനിക്കറിയുന്ന അല്ലെങ്കിൽ എന്നെയായിട്ട് നല്ല ബന്ധം നിൽക്കുന്ന കോച്ചസ് ഉണ്ടെന്ന് വയ്ക്കുക, അതിലൊരാളെ ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതും ഇങ്ങനത്തെ ഉള്ളൊരു ഹൈലി പ്രൊമോഷണൽ വാല്യൂ ഉള്ളൊരു ഇവൻറ്റിന് ഞാൻ ഒരാളെ എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കി 9 പേർക്കും എന്നോട് സ്വാഭാവികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും. എനിക്കത് അങ്ങനെ കീപ്പ് ചെയ്യാൻ താല്പര്യമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ തന്ത്ര ഫൈറ്റ് സീരീസ് എന്ന് പറഞ്ഞ ഇവൻറ്റിനെയും അതിൽ വരുന്ന പ്രൊഫഷണൽ ഫൈറ്റേഴ്സിനെയും അതിൽ വരുന്ന അമച്ചർ ഫൈറ്റേഴ്സിനെയും ഓൾമോസ്റ്റ് നമ്മളൊരു 3 ഇവൻറ്റാണ് നടത്തുന്നത്. 2nd ഇൻ്റർ സ്കൂൾ, 11th യൂത്ത് ആൻഡ് സീനിയർ, പ്ലസ് നമ്മൾ പ്രൊഫഷണൽ ഫൈറ്റ്. അതിൽ അണ്ടർ കാർഡുണ്ട്, മെയിൻ കാർഡുണ്ട്. ഓക്കെ, നമ്മൾ ഇത്രയും ഇവൻറ്റ്സും, അത് 350+ സ്റ്റുഡൻസ് വരുന്നതായിരിക്കും. 20 പ്രോ ഫൈറ്റേഴ്സ്, അത് കേരളത്തിലുള്ള നമ്മളായിട്ട് നല്ല അസോസിയേറ്റ് ചെയ്യുന്ന പ്രൊഫഷണൽ ഫൈറ്റേഴ്സിന് നല്ല ഇവൻറ്റാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം നമ്മൾ അതിലേക്ക് മാത്രം നാരോ ചെയ്യുന്നത് ശരിയല്ല. ഓക്കെ, അപ്പോൾ മണവാളിനുള്ളൊരു ഫൈറ്റ്, ഓക്കെ, ഈ ഒരു ഫൈറ്റ് നമ്മൾ പുറത്തുനിന്ന് കൊടുത്തുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ശരത്ത് എന്ന് പറഞ്ഞ MMA ഫൈറ്ററാണ്. അവന് ഞാൻ അടുത്ത് വരുന്ന MMA ഇവൻറ്റ് അതിലേക്കാണ് പുള്ളി ഫോക്കസ് ചെയ്യുന്നതൊക്കെ MMA-ലേക്കാണ്. സോ ഹി ക്യാൻ അപ്ഗ്രേഡ്. ഈ മുയത്തായി ഇവൻറ്റിലേക്ക് അവന് അപ്ഗ്രേഡ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യാം. ഞാൻ ഓൾമോസ്റ്റ് ഒരു 50-60 ഡേയ്സ്, അന്ന് ലാസ്റ്റ് നമ്മൾ ഫേസ് ഓഫ് ഇവൻറ്റ് കഴിഞ്ഞിട്ട് 55 ഡേയ്സ്, അതായത് ഒരു ക്യാമ്പ് ഫുൾ എടുക്കാനുള്ള ടൈം 2 പേർക്കും ഉണ്ട്, മണവാളിനും ഉണ്ട്, ഓഫ് കോഴ്സ് ശരത്തിനുണ്ട്. രണ്ടുപേരും ഈക്വൽ വരുന്ന ഫൈറ്റേഴ്സ്. അതെ, അപ്പോൾ എനിക്ക് നല്ലൊരു ഷോ അവിടെ ചെയ്യാൻ പറ്റും, നല്ലൊരു ഇവൻറ്റ് കൊടുക്കാൻ പറ്റും. അല്ലാതെ ഞാൻ ഒരു ഹൈലി എലൈറ്റ് ഫൈറ്ററിനെ ഞാൻ കൊടുത്തു, അല്ലെങ്കിൽ ഹൈലി ഒരു പ്രോ ഫൈറ്ററിനെ ഞാൻ കൊടുത്തു കഴിയുമ്പോൾ അത് ചിലപ്പോൾ ഒരു ഷോർട്ട് ടേമിൽ ഒരു ആസ് എൻ ഇവൻറ്റ് പ്രൊമോട്ടർ അല്ലെങ്കിൽ ആസ് എ ഒരു ഫൈറ്റർ നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ അവിടെ കൊടുക്കണം, അല്ലേ? സോ ആ ഒരു ഇവൻറ്റ് നമ്മൾ ഷോർട്ട് ടൈമിൽ തീർത്ത് കളഞ്ഞ, ലൈക്ക് ഒരു 10-20 സെക്കൻഡ്സ് കൊണ്ട് ആ ഫൈറ്റ് തീർന്നു പോയാൽ, ഇഞ്ചറി ഉണ്ടോ അല്ലെങ്കിൽ അറിയാലോ, നമുക്ക് മണവാളൻ എന്ന് പറയുന്നത് ഒരു അമച്ചർ ഫൈറ്ററാണ്, എൻ്റെ കണ്ണിലെ അമച്ചർ ഫൈറ്ററാണ്. 10 സെക്കൻഡിലോ 20 സെക്കൻഡിലോ തീരുന്ന ഒരു ഫൈറ്റ് കാണാൻ ഞാൻ താല്പര്യപ്പെടില്ല. ഇല്ല, ഓഫ് കോഴ്സ്. നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കോണർ മക്ഗ്രെഗർ വേഴ്സസ് പോരിയർ, 3rd ഫൈറ്റ്, കാലൊടിഞ്ഞു പോയ ഫൈറ്റ്, പെട്ടെന്ന് തീർന്നു. ഭയങ്കര ഹൈപ്ഡ് ആയിട്ടുള്ളൊരു ഫൈറ്റ് ആയിരുന്നു. ഒരുപാട് പേര് ഭയങ്കര വെയിറ്റ് അതിനു വേണ്ടി സീറ്റ്സ് പ്രീ സെയിൽസ് നടന്ന് അതിനു വേണ്ടി ഭയങ്കര ഒരു റൈവൽറി നടക്കുന്നു, ഭയങ്കര മീഡിയ അറ്റൻഷൻ നിൽക്കുന്ന ഫൈറ്റ്. കോണറിന്റെ ഫൈറ്റ് ഓൾവേസ് എവിടെയാണെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ സീറ്റ് ഫില്ലായി.
അപ്പോൾ അങ്ങനെയുള്ളൊരു ഫൈറ്റ് എത്രയോ ഫസ്റ്റ് റൗണ്ടിൽ കാലൊടിഞ്ഞിട്ട് തീർന്നു പോയി. ഫസ്റ്റ് റൗണ്ടോ സെക്കൻഡ് റൗണ്ടോ ഓക്കെ, പെട്ടെന്ന് തന്നെ അത് പുള്ളിയുടെ കാലിഞ്ചറി തീർന്നു പോയി. അവിടെ ആ ഷോയുടെ ഫുള്ള് ഹൈപ്പ് തീർന്നു പോയി, വാല്യൂ തീർന്നു പോയി. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇവൻറ്റ് ഞാൻ അങ്ങനെ കൊടുക്കുമ്പോൾ ബാക്കി അതിനെ അഫക്റ്റ് ചെയ്യുന്ന ചിലപ്പോൾ ആ ഒരു എൻറ്റയർ ഇവൻറ്റിനായിരിക്കും. നമ്മൾ ഈ പറഞ്ഞ പോലെ 10-20 ഫൈറ്റേഴ്സിന് ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഫൈറ്റേഴ്സിനെ നമ്മൾ ബുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരൊറ്റ ഇവൻറ്റ് കാരണം കൊണ്ട് അതിൻ്റെ ഒരു ഹൈപ്പ് നമുക്ക് കളയാൻ പാടില്ല, അല്ലെങ്കിൽ ആ ഒരു ഫൈറ്റേഴ്സിന് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് അവിടെ പോകാൻ പാടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഫൈറ്റേഴ്സിന് ഇപ്പോൾ അത്രയും എക്സ്പോഷർ ഇതുവരെ വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെൻ്റെ അഭിപ്രായമായിരിക്കും, ചിലപ്പോൾ അത് ശരിയായിരിക്കും തെറ്റായിരിക്കും, എൻ്റെ ലിമിറ്റഡ് നോളേജിൽ ഞാൻ പറയുന്നു. പക്ഷേ നമ്മുടെ ഫൈറ്റേഴ്സിന് ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഇപ്പോൾ പ്രവീൺ പോലുള്ള ബോക്സേഴ്സിനൊന്നും അത്രയും ഒരു മീഡിയ ഹൈപ്പൊന്നും കിട്ടുന്നില്ല അല്ലേ, വാജിദ് ഭായിക്ക് അറിയാം. അതെ, ഇപ്പോൾ ഹലീം പോലുള്ള ഫൈറ്റേഴ്സ് ഉണ്ട്, നല്ല നല്ല ഫൈറ്റേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഹലീമൊക്കെ നല്ല ഫൈറ്ററാണ്. പക്ഷെ അവർക്കൊന്നും, അതെ അതെ ഓഫ് കോഴ്സ് എൻ്റെ ഫ്രണ്ടും കൂടെയാണ്, പേഴ്സണൽ എൻ്റെ ഫ്രണ്ടും കൂടെയാണ്. സോ അവർക്കൊക്കെ അത്രയും ഒരു മീഡിയ അറ്റൻഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ മീഡിയ അവരെ ഹൈപ്പ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരെ ഫൈറ്റ് കാണാൻ വേണ്ടി ഒരു സെറ്റ് ഓഫ് ക്രൗഡ് വരുന്നില്ല. ഓക്കെ, ആ ഒരു ട്രെൻഡ് നമുക്ക് മാറ്റി പിടിക്കണം. അത് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഇൻഫ്ലുവൻസേഴ്സിനെ നമുക്ക് ഓപ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, അല്ലെങ്കിൽ നമ്മളൊരു സെലിബ്രിറ്റി ഫൈറ്റ് വയ്ക്കേണ്ട കാര്യമില്ല. ഇന്ത്യ ആക്ച്വലി ആ ലെവലിലേക്ക് വരണം തുടങ്ങിയിട്ടില്ല, അത് ആ ഒരു ജേണിയിലാണ്. അതെ, ഞാൻ ആക്ച്വലി അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്. കാരണം അങ്ങനെ ആ ലെവൽ ഓഫ് ഫൈറ്റേഴ്സിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇനി ബൈ ഫ്യൂച്ചർ നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റും ഹോപ്പ്ഫുള്ളി. പക്ഷെ ആസ് ഓഫ് നൗ നമുക്ക് ഇങ്ങനെയൊക്കെ നല്ലൊരു ഹൈപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ വലിയ നമ്മുടെ സ്പോർട്സിന്, അത് നമ്മുടെ ഒരു സ്പോർട്ടിന് അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ആ അഡ്വാൻറ്റേജ് മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഫൈറ്റ് അങ്ങനെ ഷോർട്ട് ടൈമിൽ തീർന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഷോ അവിടെ ഇല്ലെങ്കിൽ എൻറ്റയർ പ്രോഗ്രാം വിൽ ബി ഇൻ ജെപ്പർഡി. ലൈക്ക് വെരി ട്രൂ. നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു നെക്ക് ടു നെക്ക് ഇതായിരിക്കണം, കംപ്ലീറ്റ് റൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്യുക. ലാസ്റ്റ് റൗണ്ട്സിൽ നോക്കൗട്ട് ആവുന്ന പോലെയോ അങ്ങനെയൊന്നുമല്ല, ആദ്യം തന്നെയൊക്കെ നോക്കൗട്ട് ഫൈറ്റ് കാണണം. അതെ, നമ്മൾ ഫൈറ്റ് കാണാൻ നെക്ക് ടു നെക്ക് ഫൈറ്റ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക എക്സ്ട്രാordinary ഇവൻറ്റ്സ് അല്ലെങ്കിൽ എക്സ്ട്രാordinary മൂവ്മെന്റ്സ് കാണാന്ന് പറയുന്നതൊക്കെ ആ ഒരു സ്പോർട്ടിനെ വളർത്തുള്ളൂ. അവിടെ താഴ്ത്തില്ല ആരും. എന്ന് പറയുമ്പോഴത്തേക്കും ഈക്വൽ ആയിട്ടുള്ള രണ്ട് ശക്തികൾ തമ്മിൽ ശരിക്കും നമുക്കൊരു വിക്ടറി നമുക്ക് ചലഞ്ച് എന്ന് പറയുമ്പോൾ അതാണല്ലോ. അല്ലാതെ ഞാൻ ഇപ്പോൾ ഒരു അത്രയും ഓവർ ഹൈപ്ഡ് ആയിട്ടുള്ള ഒരു ഫൈറ്ററിനെയും ഒരു അപ്പോൾ നേരത്തെ ഇപ്പോൾ മണവാളം മുമ്പ് ചെയ്ത ഫൈറ്റർ തമ്മിൽ എന്താ വ്യത്യാസം വരെ? തീർച്ചയായും അത്രയും മണവാളം ഇപ്പോൾ ആ പയ്യന്റെ സ്ഥാനത്ത് മണവാളനാവും. സോ അതിലെന്താ കാര്യമുള്ള, അപ്പോഴും ഇതേ കോൺട്രവേഴ്സീസ് തന്നെ അന്നും ഉണ്ടായിരിക്കും. സോ അപ്പോൾ അങ്ങനെ ഒരു കോൺട്രവേഴ്സിയുടെ മുകളിൽ കോൺട്രവേഴ്സി ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യം. എനിക്ക് ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഈക്വൽ രീതിയിൽ. അതെ, പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ഇനി ഇവന്റ് കഴിയുമ്പോൾ നമ്മുടെ ഫൈറ്റേഴ്സിന് അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവണം. അവർക്ക് മീഡിയ വൈസ് അവർക്കൊരു അറ്റൻഷൻ കിട്ടണം. നാളെ അവരെ ഫൈറ്റ് കാണാൻ ആൾക്കാർ വരണം, അവർക്കൊരു ഫാൻ ബേസ് ഉണ്ടാവണം. അതാണ് നമ്മുടെ ആവശ്യം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതും. അല്ലാതെ ഒരു കോൺട്രവേഴ്സിയുടെ പുറകെ പോയി എനിക്ക് പേഴ്സണൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടല്ല. അത് ഓഫ് കോഴ്സ് എനിക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ എവിടെ പോയാലും ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് അത് നല്ല ഇതാണ് മണവാളൻ. ഒരു 1-2 ആൾക്കാരെങ്കിലും മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ ഫാൻ ബേസോ അങ്ങനെ ഒന്നുമില്ല, ഒരു 1-2 ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്, അല്ലെങ്കിൽ വന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങളാണല്ലോ മണവാളനെ ഫൈറ്റ് ചൂസ് ചെയ്തത് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കോൺട്രവേഴ്സീസ് അല്ലെങ്കിൽ പല ആൾക്കാരും പറയുന്നത് ഇതൊരു ഫേക്ക് ഫൈറ്റ് ആയിരിക്കുമോ എന്നുള്ള ചോദ്യമാണ് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് പല ആൾക്കാരും വീഡിയോസ് ഇടുന്നുണ്ട്. ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്, എന്നാൽ ഫേമസ് അല്ല എന്നാൽ പോലും ആ ടോപ്പിക്സ് എടുത്ത് ഇത് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ അങ്ങനെയുണ്ട്. അതിനകത്ത് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത കുറച്ച് ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് കട്ട്മാൻ മുനീർ, ഫാന്റാസ്റ്റിക് ഫൈറ്റർ ആൻഡ് വെരി ഗുഡ് കോച്ച്. അപ്പോൾ മുനീർ ആദ്യം ഈ കട്ട്മാൻ മുനീർ ഓൾറെഡി ആദ്യം വന്നു ഇത് ചെയ്തു, ഒരു ഓഫർ എന്ത് കൊടുത്തു, ഐ തിങ്ക് 10 ലക്ഷം രൂപയുടെ ഓഫർ കൊടുത്തു. പുള്ളി ഒരു 3 ഫൈറ്റേഴ്സിനെ പുള്ളി കാണിച്ചിട്ട് പറഞ്ഞു, ഓക്കെ ഇതിൽ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, 3 ഘടാഘടിയന്മാരായ 3 നല്ല ഫൈറ്റേഴ്സാണ്, അവരുടെ നല്ല പ്രൊഫൈലാണ്. അപ്പോൾ ഈ 3 പേരെ നിർത്തിയിട്ട് അവർ ചോദിച്ചു ആര് വേണമെങ്കിലും എടുത്തോ, 10 ലക്ഷം രൂപയുടെ ഓഫർ. ഞാൻ അവരെ ഫൈറ്റൊക്കെ ജഡ്ജ് ചെയ്തിട്ടുണ്ട്.
ചെയ്തിട്ടുണ്ട് as a ഞാൻ judge. ആസ് എ റെഫറി, ഞാൻ റെഫറി ആൻഡ് ജഡ്ജ്, ഞാനത് ജഡ്ജ് ചെയ്തിട്ടുള്ള ഫൈറ്റേഴ്സ് ഉണ്ട്. സോ അപ്പോൾ പുള്ളി അതിനകത്തൊരു നീരസം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ നിങ്ങളുടെ ഫൈറ്റ് അക്സെപ്റ്റ് ചെയ്തതിന്റെ ബേസിലും 1-2 വീഡിയോസ് പുള്ളി അവരിട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അതിന് എനിക്ക് അതെന്താ എന്തിനാണെന്നുള്ള എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ചിലപ്പോൾ അവരൊരു പ്ലാനിങ് ഉണ്ടായിരിക്കാം. കാരണം എന്നായിട്ട് മുൻപേ അവർ വീഡിയോ ഇട്ടുള്ളതാണ്. ഓക്കെ, ഞാൻ ഇട്ടിട്ടുള്ളതിൻ്റെ പർപ്പസ് ഞാൻ പറഞ്ഞു. ഞാനിട്ടത് എന്തോ നമ്മുടെ ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ ആ സാധനം കയറിപ്പോയി. ഒരു സാധനം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലൊരു ഫൈറ്റർ ഉണ്ടായിരുന്നോ പുള്ളിക്ക് അഗേൻസ്റ്റ് കൊടുക്കാൻ? ഇല്ല, ഓഫ് കോഴ്സ് ഇല്ല. കാരണം ഞാൻ ഇത് പ്ലാൻ ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ നമ്മൾ പറയുമ്പോൾ എത്ര കൊച്ചു കുട്ടികളടക്കമാണ് ആ ട്രെൻഡ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ കൊച്ചുകുട്ടി ട്രെൻഡ് ചെയ്യുന്ന വെച്ചിട്ട് ഓക്കെ നാളെ മണവെള്ളം ആക്സെപ്റ്റ് ആ കുട്ടി പോയി ഫൈറ്റ് തമാശക്ക് ചെയ്യുന്ന ഞാൻ കണ്ടന്റ് അതൊരു നമ്മുടെ ഒരു ഇവന്റിന്റെ ഒരു പ്രൊമോഷൻ. ഓക്കെ, ഞാൻ നടത്തുന്ന ഒരു ഇവന്റിനെ നെക്സ്റ്റ് വീഡിയോയിൽ അത് നമ്മുടെ ഇവന്റിനെ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഞാനതിനൊരു ആക്ച്വലി ഇതൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്ക് കട്ട്മാൻ മുനീറിലേക്ക് വരാം. കട്ട്മാൻ മുനീർ കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങളെയും കുറച്ച് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. മേ ബി ഇതൊരു ഫേക്ക് ഫൈറ്റ് ആയിരിക്കും എന്നുള്ള രീതിയിലോ, അല്ലെങ്കിൽ ഫൈറ്റ് ആയിരിക്കും എന്നല്ല, പുള്ളി ഫേക്ക് ഫൈറ്റ് ആണ് നടക്കാൻ ജഡ്ജ്മെന്റലായിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഓപ്പൺ ആയിട്ട് അങ്ങനെ ഒരു ഇത് പുള്ളി പറഞ്ഞിട്ടുണ്ട്. സോ അതിനെക്കുറിച്ച് എന്താണ് സജാന് പറയാനുള്ളത്? അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, പുള്ളിയുടെ വീഡിയോ ഞാൻ ഇന്നാണ് ഫുള്ള് ഞാൻ കണ്ടത്. ആക്ച്വലി ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഇന്നാണ് കണ്ടത്. ഒന്നാമത്തെ കാര്യം, കാരണം കുറേ പേര് വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറേ പേര് മെസ്സേജ് അയക്കാൻ, എൻ്റെ കുട്ടികൾ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് പറഞ്ഞു മുനീർ ഇങ്ങനെ ഇതിട്ടുണ്ട് ആശാനെതിരെ, ആശാനെതിരെ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഞാൻ പറഞ്ഞു, കാരണം ഞാൻ പറഞ്ഞില്ല എനിക്കിതൊന്നും ഈ മീഡിയോക്രസി അത്രയും ഒരു ശീലമില്ലാത്ത ഒരാളാണ് ഞാൻ. എയറിൽ പോയിട്ട് ശീലമില്ലാത്ത ഒരാളാണ്. ഇപ്പോഴാണ് ഞാൻ പോയി തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ കേട്ടു, കുട്ടികളിൽ നിന്ന് കേട്ടു. പക്ഷേ ഞാൻ വീഡിയോ നോക്കാൻ പോയില്ല. കാരണം പലരും വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പം എനിക്കെതിരെ തന്നെ ചീത്ത പറയുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടെന്ന് കുട്ടികൾ പറഞ്ഞായിരുന്നു. ഞാനതൊന്നും ഫുള്ളി കാണാൻ പോയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കതൊരു വിഷമമാണ്. കാരണം ഇവരൊക്കെ ഞാൻ മുൻപ് നല്ല രീതിയിൽ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ തന്നെ നമ്മളെ പറ്റിയിട്ട് ഇങ്ങനെ മോശം പറയുമ്പോൾ എനിക്കൊരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓഫ് പിന്നെ ഞാൻ അതിൽ യൂസ്ഡായി. ഇപ്പം എനിക്കതൊന്നും വലിയ പ്രശ്നമില്ല. ഇനിയിപ്പം ഈ വീഡിയോ ഇറക്കി കഴിയുമ്പോൾ ചിലപ്പോൾ പിന്നെ എനിക്കെതിരെ വേറെ വീഡിയോസ് അവരിറക്കുമായിരിക്കും. കാരണം ഇപ്പം ഞാൻ അതിനെ കാണുന്നത് ജസ്റ്റ് ഒരു കണ്ടൻറ്റാണ്. അവർക്കൊരു റീച്ച് കയറണം, അവരുടെ പ്രൊഫൈൽ കയറട്ടെ, ലഡ്ഡം എൻ്റെ പ്രൊഫൈൽ അതുകൂടെ കയറുകയാണെങ്കിൽ അതും കയറട്ടെ. എനിക്കിപ്പോൾ അത്രേ ഉള്ളൂ. എനിക്കിപ്പോൾ എൻ്റെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ ഇവൻറ്റിനെ അടിപൊളിയാക്കി നടത്തുക, അതിൽ കുട്ടികൾക്ക് നല്ല രീതിയിൽ ചെയ്യാം. അപ്പോൾ മുനീർ ഈ വീഡിയോ ഇറക്കി. പിന്നെ ഇപ്പം ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ വീഡിയോ മുനീർ ആക്ച്വലി നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. നമ്മൾ അങ്ങനെ ഒരു ഡിസ്കഷൻ അതായത് ഈ ഒരു ഫൈറ്റ് കൺഫേം ആയ സമയത്ത് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ഫൈറ്റേഴ്സിന് തരാം, കണ്ടന്റ് ആക്കിക്കോ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു 2 സ്മൈലി ഇട്ടിട്ട് കാരണം അത് ഞാൻ അത്ര കാര്യമാക്കിയിരുന്നു. ഫേക്ക് ഫൈറ്റ് ആണെന്നുണ്ടെങ്കിൽ പുള്ളി അങ്ങനെ മെസ്സേജ് അയക്കേണ്ട കാര്യമില്ലായിരുന്നു. കാരണം പിന്നെ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ടോ കാര്യങ്ങളൊന്നും ഞാൻ പുറത്തേക്ക് വിടാനോ അല്ലെങ്കിൽ അതിനെ പറ്റി സംസാരിക്കാനോ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മളങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം ഈ ഒരു കോൺട്രവേഴ്സി ഇപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ ഒരു കോൺട്രവേഴ്സി ഇപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പരസ്പരം ക്ലബ് ടു ക്ലബ്ബ് അല്ലെങ്കിൽ മുമ്പ് നല്ല ഹാപ്പി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിരുന്ന ആൾക്കാർ തമ്മിലായി തമ്മിൽ പ്രശ്നമായി. അപ്പോൾ ബേസിക്കലി ഇത് പറയാൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്ന ഒരു പരിപാടിയായി തുടങ്ങി. എനിക്കത് മുന്നോട്ട് കൊണ്ട് അങ്ങനെ താല്പര്യമില്ല. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലാനല്ല, ഞാൻ എല്ലാവരെയും ഒരു റെസ്പെക്ട്, കാരണം ഫെല്ലോ മാർഷൽ ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ഞാൻ എല്ലാവരും നല്ലൊരു റെസ്പെക്റ്റിലാണ് കാണുന്നത്. ഈ ഒരു സ്പോർട്ട് വളർത്താൻ തന്നെയാണ് നമ്മുടെ ആവശ്യം. സോ അല്ലാതെ ഞാനിപ്പോൾ അവരായിട്ട് അടിപിടി കൂടി അല്ലെങ്കിൽ അപ്പോൾ അവിടെ ജയിക്കുന്നത് ആരും ജയിക്കുന്നില്ല അവിടെ. എനിക്ക് അങ്ങനെ നമ്മളെ പ്രതീക്ഷിച്ച് ഇരിക്കുന്ന വളരാൻ ചെയ്തിരിക്കുന്ന കുറെ കുട്ടികളുടെ കോൺഫിഡൻസ് അവിടെ പോകുന്നല്ലാതെ ഡെഫിനറ്റ്ലി. പിന്നെ നമ്മളെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നാറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങനെ ഒരു ഇത് കൊണ്ടുപോകാൻ, കാരണം ഞാനൊരു യൂട്യൂബർ അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു യൂട്യൂബർ അല്ല. ഞാനൊരു യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ എനിക്കതൊരു കണ്ടന്റ് ആയിട്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് ക്യാഷ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നോക്കി തന്നെ. പക്ഷെ എൻ്റെ പ്രൊഫഷൻ അതല്ല.
ചിലപ്പോൾ നാളെ ചിലപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് ഇപ്പോഴും ഞാൻ എൻ്റെ വീഡിയോസ് ഇടുന്നുണ്ട്. ഇപ്പം ആ വീഡിയോസ് ഒക്കെ രസമായിട്ടുണ്ട് കേട്ടോ. അതെ, ഞാൻ കണ്ടന്റ് വീഡിയോസുകൾ അത് ഫൺ കണ്ടന്റ് ആയിട്ടാണ് ഞാൻ ഇടുന്നത്. കാരണം എഡ്യൂക്കേഷണൽ കണ്ടന്റ് വീഡിയോസ് കുറേ പേര് ഇടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ക്ലബിൻ്റെ ഒരു ക്ലബിനേക്കൊരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ ഇടുന്ന ഒരു അതിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് എൻ്റെ കുട്ടികളാണ്. ഓക്കെ. എൻ്റെ ക്ലബ്ബിലുള്ള കുട്ടികളാണ്. അവർ ഓരോ കണ്ടന്റ് ഇട്ടുതരും, എന്നിട്ട് എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും. എൻ്റെ വൈഫ് അതിലുണ്ട്. അപ്പോൾ കുട്ടികൾ വരും, അവരെന്നെ വന്ന് വീഡിയോ എടുത്തിട്ട്. അപ്പോൾ അതൊരു ഫൺ, ഞങ്ങളുടെ ഉള്ളിലുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു ക്വാളിറ്റിയാണ്. അവരത് ചെയ്യുന്നു, ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നു, അവർ നമ്മുടെ മീഡിയ ടീം അത് ഇടുന്നു, അത്രേ ഉള്ളൂ. അടുത്തത് മുനീറിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് പറയാം. ബിബിൻ ഐ തിങ്ക് പുള്ളി എറണാകുളം MMA അസോസിയേഷൻ അങ്ങനെ ഒരു പ്രൊഫൈൽ എന്തോ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു അസോസിയേഷൻ രജിസ്റ്റേർഡ് അല്ല. രജിസ്റ്റേർഡ് ആയിട്ടില്ല. അത് ഇനിയിപ്പോൾ പ്രസിഡന്റോ അങ്ങനെ എന്തോ ഒരു, അത് നമ്മളെല്ലാവരും കൂടി, ഞാനും ഉണ്ടായിരുന്നു അതിൽ. ഞാൻ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിരുന്നില്ല, കാരണം അതിൽ ആ ഒരു നെയിമിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ കാരണം കൊണ്ട് രജിസ്ട്രേഷൻ പ്രോസസ്സിങ് നടത്തിയിരുന്നു, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടില്ല, രജിസ്റ്റേർഡ് ആയിട്ടില്ല. അത് നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അതിലേക്ക് ഒരു ഫ്യൂച്ചർ ഇവൻസിലേക്ക് ഞാൻ അതിലേക്ക് പോയിട്ടില്ല. കാരണം ആ ഒരു പ്രൊഫൈൽ വെച്ചിട്ട് ഞാൻ എവിടെയും ഞാൻ സെക്രട്ടറി ആണ് എന്ന് പറഞ്ഞിട്ട് ഞാനത് പ്രൊജക്റ്റ് ചെയ്തിട്ടില്ല. പുള്ളി ആക്ച്വലി അങ്ങനെ പറഞ്ഞ് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ബിബിൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഇത് ഫേക്ക് ഫൈറ്റ് ആണ് നടക്കാൻ പോകുന്നത്, പേഴ്സണലി അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഒരു ഫേസ് ഓഫിനെ ഡ്രാമയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് വീഡിയോസ്, മൾട്ടിപ്പിൾ വീഡിയോസ് അത് മുനീറും അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ രണ്ടുപേരും ആ വീഡിയോ സെയിം, അത് ആ വീഡിയോ രണ്ടുപേരും ഒന്നിച്ചിരുത്തി കണ്ടു കഴിഞ്ഞാൽ രണ്ടുപേരും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. കണ്ടന്റ് സെയിമാണ്. ഞാൻ ഇപ്പം ഇന്നിരുന്നത് രണ്ടും ഞാൻ ക്രോസ് വാച്ച് ചെയ്തായിരുന്നു. രണ്ടിൻ്റെ കണ്ടന്റ് സെയിമാണ്. സോ അതവിടെ എവിഡൻ്റ് ആണ്. ഓക്കെ, അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ പിന്നെ പറയേണ്ട കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, വാജിദ് ഭായ് പ്രൊഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ആ പുഷ് ചെയ്ത ഫൈറ്ററിനെ എന്താ ചെയ്തത്? ഞാൻ തിരിച്ചു ഒരു കിസ് കൊടുത്തു. ഇതേപോലെ തന്നെ ഒട്ടുമിക്ക എല്ലാ ഫേസ് ഓഫ് ഇവൻസിലും ഒരു പുഷിങ്ങും അല്ലെങ്കിൽ ഒരു ഹൈപ്പിംഗ് ഉണ്ട്. ഓക്കെ, ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും. ഒബ്വിയസ്ലി ഡ്രാമയാണ്, കുറേയൊക്കെ അത് ഡ്രാമാറ്റിക് ആവുന്നതിന് ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫൈറ്റ് അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു കഴിഞ്ഞാൽ കുത്തിക്കൊല്ലാൻ നടക്കുന്ന ആൾക്കാരല്ല. ഫേസ് ഓഫ് കഴിഞ്ഞ ഉടനെ തന്നെ ഇവർ കൈ കൊടുത്ത് കെട്ടിപ്പിടിച്ചാൽ കൈ കൊടുത്തിട്ട് ഞങ്ങളാ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ടാണ് അന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് എല്ലാവരും പിരിഞ്ഞിട്ടുള്ളത്. കാരണം ഇതൊരു, ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു റൈവൽറി അല്ല, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു യുദ്ധമല്ല ഇവിടെ ഞാൻ കാണിക്കുന്നത്. നമ്മളൊരു ഫൈറ്റ്, നല്ലൊരു ഇവൻറ്റ്, ആസ് എ ഫൈറ്റേഴ്സ് അവരെ പെർഫോമൻസ് കാണിക്കേണ്ടത് അവർ റിങ്ങിലാണ്, അതവർ വെടിപ്പായിട്ട് ചെയ്യും. ഫേസ് ഓഫ് ടൈമിൽ നമ്മൾ അതൊരു പുഷിങ് ചെയ്യുന്നത്, ഓഫ് കോഴ്സ് ശരത്ത് ഒരു പ്രൊഫഷണലി ക്വാളിഫൈഡ് ഫൈറ്ററാണ്. അവനൊരു അവനറിയാം ഇതിനകത്തുള്ള കാര്യങ്ങൾ അറിയാം, എങ്ങനെ ഒരു ഫേസ് ഓഫ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി നല്ല ധാരണയുള്ള ഒരാളാണ്. സോ അവനാണ് ഇനീഷ്യേറ്റ് ചെയ്തത് ഈ പുഷ്. പക്ഷെ മണവാളിനത് അറിയില്ലായിരുന്നു, പ്രതീക്ഷിച്ചില്ല. കാരണം മണവാളിനത് ഇങ്ങനെയുള്ളൊരു മണവാൾ ഫേസ് ഓഫ് കണ്ടിട്ടുണ്ടായിരിക്കും, പല ഫൈറ്റിന് കണ്ടിട്ടൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ മണവാളത് പ്രതീക്ഷിച്ചില്ല. അതാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അത് ഭയങ്കര പ്രഷറായിപ്പോയി. ചിലപ്പോൾ അവിടെ ഞാൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരു അടി നടക്കും. അപ്പോൾ അത് ആ രീതിക്കാണ് പോയത്. പക്ഷെ എവിഡൻ്റ് ആയിട്ട് ശരത്ത് അത് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു പുഷ് കൊടുക്കാം തന്നെ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ശരത്ത്. കാരണം ഹീസ് എ പ്രൊഫഷണൽ ഫൈറ്റർ. പക്ഷെ ഞാൻ ആലോചിക്കുന്നതല്ല, അത് മനസ്സിലാക്കാൻ ഇവർക്ക് പറ്റാത്തത് കൊണ്ടല്ല എന്നെനിക്ക് തോന്നുന്നു. അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് അറിയാത്ത ആൾക്കാരാണ് ഇവർ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്നെക്കാട്ട് എക്സ്പീരിയൻസ്ഡ് ഉണ്ട്, എന്നെക്കാട്ട് സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ് ഒക്കെ, ഞാൻ സമ്മതിക്കുന്നത്. ഞാൻ ജൂനിയറാണ് ഇപ്പോഴും. ഓക്കെ, ഇതൊന്നും അറിയാത്ത ആൾക്കാരാണ് ഇവരൊക്കെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു ഫേസ് ഓഫിൽ എന്തൊക്കെ ഉണ്ടാവും, ഒരു ഫേസ് ഓഫ് എങ്ങനെയാണ്, ഇവരും ഫൈറ്റ് ചെയ്തുള്ള ആൾക്കാരാണ്. എന്നിട്ട് ആ ഫേസ് ഓഫ് കണ്ടിട്ടാണ് ഇവർ പറയുന്നത് സ്ക്രിപ്റ്റ് ആണെന്ന്, എന്നിട്ട് അതിനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു വൈരുദ്ധ്യമാണ് എനിക്ക് മനസ്സിലാവാത്തത്. നമ്മൾ നടത്തുന്ന ഇവൻറ്റ് അവർക്ക് ഫേക്ക് ഫൈറ്റ് ആവുന്നു, സ്ക്രിപ്റ്റഡ് ആവുന്നു.
ഇതേ സെയിം സാധനം തന്നെ വേറെ ആൾക്കാർ ചെയ്യുമ്പോൾ ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. കുഴപ്പമില്ല. അതിപ്പോൾ ടൈസണിന്റെയും മൈക്ക് ടൈസണിന്റെയും ടൈസന്റെ ജെയ്ക്ക് പോളിന്റെയും ഫൈറ്റ് എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു 6-7 ഇത് നടന്നിട്ടുണ്ട്, ഫേസ് ഓഫ് ആണ് പല പല സ്ഥലത്ത്. അതെ അതെ, പല ഡിഫറെന്റ് ഏരിയകൾ വെച്ചിട്ടാണ്. അതൊരു ഷോ പോലെ അവർ നടത്തിയിരുന്നത്. അതെ, ഫേസ് ഓഫ് തന്നെ ഒരു ഇവന്റ് ആയിട്ടാണ് കണ്ടക്ട്, പ്രോപ്പർ ഇവന്റ് ആയിട്ട് എല്ലായിടത്തും അങ്ങനെ തന്നെയല്ലേ. ഇപ്പോൾ UFC ഫേസ് ഓഫ് ഒരു ഇവന്റ് അല്ലേ, വെയിങ് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അൺഒഫീഷ്യലായിട്ടുള്ള മറ്റേ സ്റ്റേജ്ഡ് ഇവന്റ് ആയിട്ടൊരു വെയിങ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കറക്റ്റ് വെയിങ് അല്ലല്ലോ നടക്കുന്നത്. ഓൾറെഡി ദേ ഹാവ് പുട്ട് ഓൺ വെയിറ്റ്. ആക്ച്വൽ വെയിങ് ഓൾറെഡി ഒരു ചെറിയ സ്റ്റേജിൽ അവർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവർ റീഹൈഡ്രേറ്റ് ആവുന്നു. ദെൻ എന്താ പറയുക, ഒരു സ്റ്റേജ്ഡ് ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആയിട്ട് അത് ചെയ്യുന്നു. അപ്പോൾ അതെൻ്റെ ഒരു മാർക്കറ്റബിലിറ്റി ആണ്. അതിൻ്റെ ഒരു പ്രൊമോഷനിലാണത്. എന്നാലേ ആൾക്കാർക്ക് ഫൈറ്റിനെ പറ്റിയിട്ടൊരു ധാരണ ഉണ്ടോ, ഫൈറ്റ് കാണുള്ളൂ. അതെ, ഇതൊന്നും അറിയാത്ത ആൾക്കാരെ ഞാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പം അതിൽ നമ്മൾ എന്ത് പറയാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനെ ഒരു അങ്ങനെ വിട്ട് കളയുന്നത്. ബിബിൻ എനിക്ക് തോന്നുന്നു ബിബിൻ്റെ ഫൈറ്റേഴ്സിന് തരാമെന്ന് പറഞ്ഞ് ഓഫർ തന്നിട്ടുണ്ടായിരുന്നു. എന്തിന് ഞാൻ എടുക്കണം, എന്തിന് ഞാൻ ആ ഫൈറ്റ് എടുക്കണം? അവരെ ഫൈറ്റേഴ്സിന്, എൻ്റെ ഫൈറ്റേഴ്സിന്. ഇത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഇവൻ്റ് ഞാൻ കണ്ടക്ട് ചെയ്യുന്നത്, ഞാൻ ഇവൻ്റ് പ്രൊമോട്ടറായിട്ടാണ് ഞാൻ കണ്ടക്ട് ചെയ്യുന്നത്. ആ ഒരു ഇവൻ്റ് കണ്ടക്ട് ചെയ്യുന്നത് ആസ് ആൻ ഇവൻ്റ് പ്രൊമോട്ടറായിട്ടാണ്. അല്ലാതെ ഞാൻ എൻ്റെ ഫൈറ്ററിനെ വെച്ചിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് ഞാൻ ആ വീഡിയോയിൽ എവിടെയും പറഞ്ഞിട്ടില്ല. എൻ്റെ ടേംസ് ആസ് പെർ മൈ റൂൾസ്, ഞാൻ പറയുന്ന രീതിയിൽ ഞാൻ പറയുന്ന ഗെയിം കളിച്ചാൽ ബാക്കി 2.5 lakhs കൂടി തരാം എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ എൻ്റെ ഫൈറ്ററിനായിട്ട് മാത്രമേ നീ ഫൈറ്റ് ചെയ്യാൻ പാടുള്ളൂ, എനിക്ക് ഇത്രയും ഫൈറ്റേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. അത് എവിഡൻ്റ് ആണ്. സോ അതുമൊക്കെ കയറി പിടിക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ തികച്ചും അൺപ്രൊഫഷണൽസ് ആയിട്ടാണ് ഞാൻ കണക്കാക്കണം. അതിനെ ഞാൻ അത്ര വില കൊടുക്കുന്നുള്ളൂ. ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം ലഡ്ഡം, കാരണം അവർക്ക് ചിലപ്പോൾ അതൊരു കണ്ടന്റ് ആയിരിക്കും. പിന്നെ ഉണ്ടായിരുന്നത് ഒരു വാർത്താ പെണ്ണ് മറിയം, ഐ തിങ്ക് പുള്ളിക്കാരിയും കുറച്ച് അഗ്രസീവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ഷി ഹാസ് ഗോട്ട് വ്യൂവേഴ്സ്, നല്ല വ്യൂവേഴ്സ് ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരിയും അങ്ങനത്തെ ഒരു ഇതിലാണ്, ഒരു അഗ്രസീവ് മീഡിയ ആണ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഫേക്ക് ഫൈറ്റ് എന്നുള്ള രീതിയിൽ ഒക്കെ. അതിലും ഞാൻ ചോദിക്കുന്നത്, വാർത്ത എന്ന് പറയുന്നത് എന്താ? വാർത്ത എന്ന് പറയുമ്പോൾ അതിനൊരു പോസിറ്റീവ് സൈഡ് ഉണ്ടായിരിക്കും, നെഗറ്റീവ് സൈഡ് ഉണ്ടായിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ അറിയണം. ഈ വാർത്താ പെണ്ണ് എന്ന് പറയുന്ന വ്യക്തി എന്നെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഈ ഫൈറ്റിനെ പറ്റിയിട്ട് എന്താണെന്നോ ഇതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ഈ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ പേജസിൽ വരുന്ന വീഡിയോസിൻ്റെ കട്ട് ഷോട്ട്സാണ് ഇതെല്ലാം കിട്ടുന്നത്. അതിൻ്റെ റിയൽ ആയിട്ടുള്ള ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കട്ട് ഷോട്ട് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ഫൈറ്റേഴ്സിൻ്റെ അടുത്ത് സെയിം ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് നീലക്കോയിലാണെന്ന് തോന്നുന്നുണ്ട്. പുള്ളിക്കാരനാണ് ഇങ്ങനെ മലയാളി ഫൈറ്റേഴ്സ് ഇല്ലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇഷ്ടം. ഞാൻ ഒന്നാമത്തെ കാര്യം, ഞാൻ മൈക്കിൽ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ പറഞ്ഞില്ല, എനിക്കിതൊന്നും ശീലമില്ലാത്ത ഒരാളാണ്. ഞാൻ ഇപ്പോഴാണ് അത് യൂസ്ഡ് ആയിട്ട്, ഇപ്പോഴും ഞാൻ പേടിച്ചിട്ടായിരിക്കുന്നത്. എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വീണ് പോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പേടിക്കണ്ട, അത് വീണത് കൃത്യമായിട്ട് ഞാൻ എയർ ചെയ്തേക്കും. ഓക്കെ, അതറിയാം. അപ്പോൾ അല്ല, ഇപ്പം ഞാൻ പ്രിപ്പയർഡാണ്. കാരണം എന്ത് പറയണം എന്ത് പറയരുത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ പഠിച്ചു തുടങ്ങി. ഓക്കെ, അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ഇനി ചിലപ്പോൾ നാളെ ചിലപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ ആവാം. വിചാരിക്കുന്ന സാധനങ്ങളൊന്നും എനിക്ക് അതൊന്നും കിട്ടുന്നില്ല. അതെ, അത് ഞാൻ പറഞ്ഞില്ല, കറക്റ്റ് ഹോംവർക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ വായിൽ നിന്ന് എന്തൊക്കെ പോകാൻ പാടില്ല എന്നുള്ളത് അല്ല, അങ്ങനെയൊന്നല്ല. അത് ഞാനൊരു ഫണ്ണായിട്ട് പറഞ്ഞതാ. കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പറയാനായിട്ട് അല്ലെങ്കിൽ എനിക്ക് ഒളിപ്പിക്കാൻ വലിയ സംഭവങ്ങളൊന്നും ഇല്ല. സത്യം പറയുകയാണെങ്കിൽ ഞാൻ എന്താണോ അങ്ങനെ തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അത് വാജിദ് ഭായിക്ക് നല്ലോണം അറിയാം, മൈക്കില്ലെങ്കിലും നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ വാർത്താ പെണ്ണിൻ്റെ കാര്യം. അപ്പോൾ ഒരു വാർത്ത എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനൊരു രണ്ട് സൈഡും അറിയാൻ നല്ലതാണെങ്കിലും പൊട്ടാണെങ്കിലും അറിയണം. അപ്പോൾ എൻ്റെ സൈഡ് എന്താണെന്നുള്ള പുള്ളിക്കാരൻ എന്നെ വിളിച്ചു ചോദിച്ചിട്ടില്ല, ഇതായില്ല. പകരം ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഒരു പർട്ടിക്കുലർ ടീമിനെ പ്രൊമോട്ട് ചെയ്യുന്നു. ആ രീതിയിലാണ് അതിനെ ഞാൻ കണ്ടിട്ടുള്ളത്. സോ ചിലപ്പോൾ അതൊരു പെയ്ഡ് PR വർക്കായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. സോ അതിനെ ഞാൻ ആ ഒരു രീതിയിൽ തന്നെ കാണുന്നുള്ളൂ, അത്രയും. കാരണം ഒരു വാർത്തയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ജെനുവിനിറ്റി ഉണ്ടായിരിക്കണം. അതിൽ എനിക്ക് കണ്ടിട്ടില്ല, എനിക്കത് മനസ്സിലായിട്ടില്ല. ആ ഒരു ജെനുവിനിറ്റി അതിൽ മനസ്സിലായിട്ടില്ല. അത് കാരണം കൊണ്ട് ഞാൻ അതിനെ റെസ്പോണ്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ഒട്ടും ക്ലാരിറ്റി ഇല്ലാത്ത ഒരു കാര്യമാണ് വൺ മിസ്റ്റർ ലല്ലു. യെസ്, ഓക്കെ, ലല്ലു എന്ന് പറഞ്ഞൊരു ആള്, അതായത് പുള്ളി ഓൾറെഡി ഈ കഴിഞ്ഞ ഫൈറ്റ്, അതായത് മണവാളൻ്റെ
ഓൾറെഡി സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഫൈറ്റ് കഴിഞ്ഞതിനെ കുറിച്ച് അത് ഫേക്ക് ഫൈറ്റ് അല്ല എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുമ്പിലേക്ക് വന്ന ഒരാളാണ് ഈ ലല്ലു എന്ന് പറയുന്ന ഈ ഒരു ക്രിയേറ്റർ. പുള്ളി ഓൾറെഡി ഈ ഇവൻ്റ് കണ്ടക്ട് ചെയ്ത അതേ സെൻറ്ററിൽ ഉള്ള സ്റ്റുഡൻറ്റുമാണ് എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ട് ഇത് ഫേക്ക് ഫൈറ്റ് അല്ല, നാട്ടുകാർ മുഴുവൻ അത് ഫേക്ക് ഫൈറ്റ് ആണെന്ന് പറയുന്ന സ്റ്റേജിൽ പോലും പുള്ളി അതിനെ ഫേക്ക് ഫൈറ്റ് അല്ല എന്ന് പറഞ്ഞ് വളരെ സ്ട്രോങ് ആയിട്ട് മുമ്പിലോട്ട് വന്ന ഒരാളാണ് ലല്ലു. പക്ഷേ ഇപ്പോൾ ആ മണവാളൻ നിങ്ങളുടെ ഫൈറ്റ് അക്സെപ്റ്റ് ചെയ്തു, എന്നിട്ട് കാര്യങ്ങളെല്ലാം മുമ്പോട്ട് നീങ്ങുന്നു. എഗെയിൻ ഫേസ് ഓഫ് കഴിഞ്ഞു. ഈ ഒരു സ്റ്റേജിൽ ഇപ്പോൾ പുള്ളി ഇടുന്ന വീഡിയോസ് എല്ലാം ഈ നടക്കാൻ പോകുന്നത് ഫേക്ക് ഫൈറ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ്. അതെ. അപ്പോൾ എനിക്ക് അതിലൊരു ക്ലാരിറ്റി എനിക്ക് കിട്ടുന്നില്ല. എന്താണ് അതിനെക്കുറിച്ച് എന്താ പറയുക? അതേ ക്ലാരിറ്റിയാണ് എനിക്കും കിട്ടാത്തത്. ഒന്നാമത്തെ കാര്യം അതെന്തിനാണ് അങ്ങനെ പറയുന്നത്, ചിലപ്പോൾ അവർ മണവാളിനെ വെച്ചിട്ട് ഓൾറെഡി ആ ഒരു എനിക്ക് തോന്നുന്നു ഡിസംബറിൽ എന്തോ ഫൈറ്റ് വരുന്നുണ്ട് തോന്നുന്നുണ്ട്. അതിനാണ് അഫ്സൽ ഷാനൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഫൈറ്റിന്. അത് പക്ഷെ അത് നടന്നില്ല. നിർഭാഗ്യവശാൽ അഫ്സൽ ഷായുടെ പേഴ്സണൽ കാര്യങ്ങൾ കാരണം കൊണ്ട് അത് നടന്നില്ല. ഓക്കെ, അപ്പോൾ ആ ഫൈറ്റ് ചിലപ്പോൾ നടക്കാത്തതിൻ്റെ കാര്യങ്ങളുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അതൊരു ഫേക്ക്. ഇപ്പം നമ്മളെ ഇവൻ്റ് നടത്താൻ പോകുന്നു എന്ന് കാണുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ പേരിലായിരിക്കാം. ഓക്കെ, കാരണം മണവാളിന് ഓൾറെഡി നമ്മളായിട്ട് ബുക്ക് ചെയ്തു, ഞാൻ ഫൈറ്റ് ബുക്ക് ചെയ്തു, കോൺട്രാക്റ്റ് സൈൻ ചെയ്തു, എല്ലാം നല്ല രീതിക്ക് നടന്നു, ഒരു ഫേസ് ഓഫ് നടന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് തന്നെയാണ്, ഒരു ഫൈറ്റ് നടക്കാതെ എങ്ങനെ അതിന് സ്ക്രിപ്റ്റാണെന്ന് പറയാൻ പറ്റും? കാരണം ഇവിടെ ജസ്റ്റ് ഒരു ഫേസ് ഓഫ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി, കൂടുതൽ റോക്കറ്റ് സയൻസ് ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. ഒരു ഫേസ് ഓഫ് നടത്തിയതിൻ്റെ പേരിൽ ഇത്രയും കോൺട്രവേഴ്സീസ് ഉണ്ടാക്കേണ്ട ആവശ്യം എന്ത്? ആ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരം കിടക്കുന്നുണ്ട്. അവർ ഈ കഷ്ടപ്പെട്ട് ഇത്രയും വീഡിയോസ് അതിന് വേണ്ടി ഇറക്കുമ്പോൾ എൻ്റെ ഫൈറ്റ് ഫേക്ക് ആണെന്ന് അവർ തീരുമാനിക്കുകയാണ്. അതെ, എൻ്റെ ഫൈറ്റ് ഫേക്ക് ആണെന്ന് അവർ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓപ്പണായിട്ട് തീരുമാനിക്കുക പല ആൾക്കാരാണ്. അതെ, സ്ക്രിപ്റ്റഡ് ആണെന്ന് പറയുന്നു. അതിന് എല്ലാത്തിനും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, ഇവരെ ഈ പറയുന്ന ആൾക്കാരൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഇവൻറ്റ്സ് വരുന്നുണ്ട്, അപ്കമിങ് ആയിട്ടുള്ള ഇവൻറ്റ്സ് വരുന്നുണ്ട്. ആ ഇവൻറ്റ്സിന് മുന്നായിട്ട് എല്ലാവരും ഈ മണവാളിനെ ഹിറ്റ് ചെയ്തിട്ടുമുണ്ട്. സിമ്പിൾ. അതിന് അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ആയിരിക്കാം. ആ ഫ്രസ്ട്രേഷനാണ് ഈ എനിക്കെതിരെ ടാർഗറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. ആ സിസ്റ്റം ആയിരിക്കും. ചിലപ്പോൾ അത് ഇനി ഉള്ളതിനെ റീച്ച് കൂട്ടുക, നമ്മൾ പറയില്ലേ, കിട്ടാവുന്ന മാക്സിമം റീച്ചാക്കി എടുക്കുക എന്നുള്ളതായിരിക്കും. ഫൈനലായിട്ട് കിട്ടട്ടെ എന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ അധികം റെസ്പോണ്ട് ചെയ്യാത്തത്. പിന്നെ ഞാൻ പറഞ്ഞത്, ഞാൻ ഒരു യൂട്യൂബർ അല്ല, ഇപ്പോഴും ഞാൻ പറയുന്ന ഒരു യൂട്യൂബറോ ഇൻഫ്ലുവൻസറോ അല്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാത്തത്. പിന്നെ ഈ ഒരു ഫൈറ്റ് കഴിഞ്ഞാലും ഈ ആൾക്കാരൊക്കെ ഞാൻ വീണ്ടും കാണണം. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവും, ഞാനും ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പം നാളെ എനിക്കൊരു ഗ്രഡ്ജ് വെച്ചിട്ട് ആരോടും പെരുമാറാൻ എനിക്കറിയില്ല, എനിക്കത് താല്പര്യമില്ല. കാരണം നമ്മളൊക്കെ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നതാണ്, നമ്മളിപ്പോൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നതും അതൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയൊരു കാര്യത്തിൻ്റെ പേരിൽ ഇത്രയും ഗ്രഡ്ജ് വെച്ചിട്ട് അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്ത് പിന്നെ അതൊരു ശത്രുത ആക്കിയിട്ട് കൊണ്ടു നടക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അതിൽ കാര്യമില്ല, വെറുതെ വേസ്റ്റ് ഓഫ് ടൈമാണ്. അതിന് പകരം ഞാൻ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ ഇവൻറ്റിനെ മാക്സിമം പ്രൊമോഷൻ കൊടുക്കുക എന്നുള്ളത്. നല്ല രീതിക്ക് ആ പരിപാടി നമുക്ക് കണ്ടക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. കാരണം അത് ഫ്യൂച്ചറാണ്. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ ഫൈറ്റ് ഫേക്ക് ആണേ എന്ന് നിർബന്ധം പറയുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് ചോദിക്കേണ്ടി വരും, അപ്പോൾ കഴിഞ്ഞ 2 ഫൈറ്റും ഫേക്ക് ആയിരിക്കണം ഓബിയസ്ലി എനിക്ക് ചോദിക്കേണ്ടി വരും. അപ്പോൾ അതിന് പിന്നെ വീണ്ടും അതുമ്മ കയറി പിടിച്ച് നടക്കാൻ വേറെ കുറേ ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ എന്തിനു വെറുതെ അങ്ങനെ നമ്മൾ വേറെ പണിയുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും വേറെ പണിയുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ആ പണികൾ നോക്ക്, അപ്പോൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എല്ലാവരും ഗ്രോ ചെയ്യാം. ഇപ്പോൾ നടന്ന ഈ കോൺട്രവേഴ്സീസിലൊക്കെ കുറച്ച് വയലൻ്റായിട്ട് നടന്ന ഒരു കോൺട്രവേഴ്സി അല്ലെങ്കിൽ വയലൻ്റായിട്ട് നടന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെങ്കിസ് ഖാൻ അത്യാവശ്യം വയലൻസ് ഉണ്ടായിരുന്നു അതിനകത്ത്. അവിടെ ഈ ഫേസ് ഓഫിന് അന്ന് വരുന്നു, ഓപ്പണായിട്ട് ഇത് ചെയ്യുന്നു. എന്താ പറയുക, ചെങ്കിസ് ഖാൻ എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടാണ്. ഓക്കെ, കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ ഫേസ് ഓഫിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സോഷ്യൽ മീഡിയ അങ്ങനെ ഒന്നും ഇൻവൈറ്റ് ചെയ്തതല്ല. ചെങ്കിസ് എൻ്റെ ക്ലബിൻ്റെ താഴെ നോക്കിയപ്പോൾ ചെങ്കിസ് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഷാജഹാനും ഒക്കെ ആയിട്ട് അവർ സംസാരിച്ചിരിക്കുക.
അപ്പോൾ ഞാൻ എൻ്റെ കുട്ടികളുടെ അടുത്ത് പറഞ്ഞു അവർ വന്നു കഴിഞ്ഞാൽ കയറ്റി വിടണം, എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൈ കാണിച്ചിട്ട് ഞാൻ വിളിച്ചു, വാ കയറി വാ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വരാം എന്ന് പറഞ്ഞ് വന്നു. എനിക്ക് ഷാജഹാൻ ഖാനെ പേഴ്സണലി എനിക്ക് പരിചയമില്ല. അന്നാണ് ഞാൻ ആദ്യമായിട്ട് പുള്ളിനെ കാണുന്നത്. പിന്നെയാണ് ഈ പുള്ളി അത്യാവശ്യം ഇത് ചെയ്തു അല്ലേ, ആ സ്റ്റേജ് അത്യാവശ്യം പുള്ളി അതെടുത്ത്. പക്ഷേ നല്ല പ്രൊമോഷൻ. എനിക്ക് സത്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പുള്ളിയുടെ പിന്നിലൊരു കോൺട്രവേഴ്സി ഉണ്ടെന്ന് എനിക്ക് സത്യം പറയാൻ വെച്ചാൽ അറിയില്ല. ഓക്കെ. ഞാൻ പുള്ളിയുടെ വീഡിയോസ് കണ്ടിട്ടില്ല, അതാണ് സത്യം. പിന്നെയാണ് ഞാൻ വീഡിയോസ് കണ്ടപ്പോഴാണ് ഒരു സ്ക്രിപ്റ്റിൻ്റെ ഒരു സീൻ അതിൽ കിടക്കുന്നുണ്ട് എന്ന് മനസ്സിലായത്. ഈ ഷാജഹാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്തോ ഒരു മുമ്പ് എന്തോ ഒരു വണ്ടി അടിച്ച് പൊട്ടിച്ച കേസോ അങ്ങനെയൊക്കെ ആയിട്ടൊരു സ്ക്രിപ്റ്റിംഗ് ഉണ്ടായിരുന്നു. സ്ക്രിപ്റ്റ് ചെയ്തിട്ടാണ് അവർ ചെയ്തതെന്നുള്ളതിൻ്റെ ഒരു സംഭവമൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. എനിക്ക് തോന്നുന്നത് അതായിരിക്കും അതുമായിട്ട് കണക്ട് കോറിലേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ സത്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിനെ ഞാൻ അന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. മണവാളുടെ കൂടെ അന്ന് വന്ന് പുള്ളി നല്ല വൈബായിരുന്നു. അവിടെ ഫുള്ള് ഓളുണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരെ കൂടെ വന്നിട്ടുള്ള ഒരാളാണ്. ഓഫ് കോഴ്സ് ഇവരൊക്കെ ഇൻഫ്ലുവൻസേഴ്സാണ്. കാരണം പുള്ളിയുടെ മണവാളുടെ കൂടെ തന്നെയാണ് വരുന്നത്, മണവാളിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചത് ഇവർ കൂടെ വരുന്ന ആൾക്കാർ, കാരണം മണവാളുടെ കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിലൊന്നും ഞാൻ ഈ വ്യക്തിനെ കണ്ടിട്ടുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാനും അവിടെ നിന്നു. പിന്നെ കുറച്ച് അതിൻ്റെ ഇടയിലാണ് ചെങ്കിസ് ഖാൻ വരുന്നത്. അപ്പോൾ ചെങ്കിസ് ഖാൻ അപ്പോഴേക്കും ഞാൻ സ്റ്റേജിൽ കയറി, റിങ്ങിനകത്ത് കയറി ഫേസ് ഓഫ് കാര്യങ്ങൾ ചെയ്തു. അപ്പോഴാണ് ഇവർ തമ്മിലുള്ള പേഴ്സണലായിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് പറഞ്ഞിട്ട് ചെങ്കിസ് ഖാൻ ആ ഇവൻറ്റ് യൂട്ടിലൈസ് ചെയ്തത്. കാരണം ഞാൻ വിളിച്ചത് അവൻ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്, ഇപ്പോഴും നല്ലൊരു ഫ്രണ്ടാണ്. ഞാൻ അതിന് ശേഷം വിളിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ടും കൊണ്ട് ചീത്ത പറയുന്ന കാര്യങ്ങളൊന്നും നിന്നിട്ടില്ല. കാരണം അത് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, അവൻ പോകുന്ന ടൈമിൽ അല്ലെങ്കിൽ ഞാൻ വിളിക്കാട്ടാന്നാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ തമ്മിൽ എത്ര ബന്ധം. കാരണം ഞാൻ ചെങ്കീസ് ആ പ്രശ്നത്തിൻ്റെ ഇടയിൽ ചെങ്കീസിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അളിയ അത് എൻ്റെ പരിപാടിയാണ്, നമ്മൾ തമ്മിലുള്ള ബന്ധം എനിക്കറിയാലോ. ഞാൻ ആ ഒരു സീൻ ഞാൻ കണ്ടായിരുന്നു. ഞാൻ ആരാണെന്ന് നിനക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞ് അത് ആ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് യു സ്റ്റോപ്ഡ് ഹിം ആൻഡ് ഇങ്ങനെ ഫ്രണ്ട് വന്നിട്ട് ഞാൻ ആരാണെന്ന് നിനക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞു. അളിയ സോറി അല്ലടാ, അവൻ പറഞ്ഞു അളിയ നിന്റെ പരിപാടി ഞാൻ കൊളാക്കില്ല. ഞാൻ പറഞ്ഞു എൻ്റെ പരിപാടി വന്നിട്ട് കൊളാക്കരുത്, ഇത് എൻ്റെ ഇവൻ്റെ. അപ്പോൾ അവൻ്റെ ഫാദറിനെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നത്തിലാണ് ഈ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നവർ. ഫാദറിനെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് കറക്റ്റായിട്ട് പറഞ്ഞു അതിനുള്ള വേദി ഇതല്ല, അതിനുള്ള വേദി ഇതോ കാര്യങ്ങളോ അല്ല. എൻ്റെ വേദി എന്ന് പറയുന്നത് എൻ്റെ ഇവൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. ആസ് എ ഗുഡ് ഫ്രണ്ട് അവനെ ഞാൻ ഇൻവൈറ്റ് ചെയ്തത്. അവൻ്റെ നല്ലൊരു ഫ്രണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, അതിലെനിക്കൊരു സംശയമില്ല. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ചെങ്കി എന്ന് പറയുന്നത് നമ്മുടെ അത്രയും നല്ലൊരു ഫ്രണ്ടായ അവനെ ഞാൻ ഒരു കാരണവശാലും ശത്രുവായിട്ട് കാണുന്നുമില്ല, ഇങ്ങോട്ട് കാണാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഇനി ഞാൻ എൻ്റെ പരിപാടികൾക്ക് അവനെ ഇൻവൈറ്റ് ചെയ്യും. അപ്പോൾ അവൻ പക്ഷെ അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അത് പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും ചെറിയ ഇഷ്യൂവിൻ്റെ പേരിലായിരിക്കും ആ ഒരു ഇവൻറ്റ് ഇതിപ്പോൾ ചിലപ്പോൾ അവൻ വിചാരിച്ചിട്ടുണ്ടാവില്ല ആ ഒരു ഇവൻറ്റിൽ അവൻ എന്താ പറയുക ഇങ്ങനൊരു പ്രശ്നം ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല. ചിലപ്പോൾ അതായിരിക്കാം, ചിലപ്പോൾ അല്ലെങ്കിൽ പിന്നെ ആസ് യൂഷ്വൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം അതൊരു മീഡിയ ഹൈപ്പിന് വേണ്ടിയിട്ട് ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ ഒരു കണ്ടന്റ് റീച്ചിന് വേണ്ടിയിട്ടുണ്ടാക്കി. അങ്ങനെ ഇപ്പോൾ പറഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ അതൊരു ഞാനും അവനും തമ്മിൽ ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടി എന്തിനാ വെറുതെ. പക്ഷേ അതൊന്നല്ല, ആള് ഹൈപ്ഡായതാണ്. അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ ഇഷ്യൂ അതപ്പോൾ തന്നെ നമ്മൾ ക്ലിയർ ചെയ്ത് വിട്ടു. ഇനി ബാക്കിയുള്ളത് അവർ തമ്മിൽ തീർക്കട്ടെ, പുറത്ത് അതിൽ ഞാനില്ല. നമ്മൾ ചെങ്കിസ് ഖാൻ ആക്ച്വലി ആദ്യം ഇത് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതായത് ആ സെയിം ഇവൻറ്റിൽ. പക്ഷേ ചെങ്കിസ് ഖാൻ അത് ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് എല്ലാവരും പോലെ ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെങ്കിസ് ഖാൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഹെവി വെയിറ്റ് ആണ്. 110 എനിക്ക് തോന്നുന്നു 115 എന്തോ ഇട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആ വെയിറ്റിലുള്ള ചെങ്കിസ് ഖാനിന് എങ്ങനെ പോയാലും ഒരു 20 kg 30 kg ഒന്നും ഇറക്കാൻ പറ്റില്ല. കാരണം മണവാളിനുള്ള 70 kg ആണ്. 70 ആണ്. ലൈക്ക് 40 kg ഡിഫറൻസ് ഉണ്ട്. ഇപ്പം മണവാളനും ചെങ്കിസ് ഖാനും ഫൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ മണവാളൻ 20-25 കിലോ കൂട്ടണം, അല്ലെങ്കിൽ ചെങ്കിസ് ഖാൻ 25-30 കിലോ താഴ്ത്തണം. അത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ആന്റണി ജോഷുവ വേഴ്സസ് ജേക്ക് പോൾ നടക്കുന്ന പോലെ ഒരു ഷോ ഫൈറ്റ് പോലെയല്ല, ഒരു എന്താ പറയുക ഒരു വെയിറ്റ് നോക്കാത്തൊരു ഇവൻ്റായിട്ട് നടത്തേണ്ടി വരും. എന്നാലും അത് ഓൾമോസ്റ്റ് ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. പക്ഷേ ഇവരെ പോലെ 40 kg ഒന്നും ഡിഫറൻസ് വരുന്നില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതെ. പിന്നെ പോരാത്തതിന്
ചെങ്കിസ് ഖാനാണ് മണവാളിനെ ചലഞ്ച് ചെയ്യുന്നത്, മണവാളിനല്ല ചലഞ്ച് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ സോ ഒബ്വിയസ്ലി ചെങ്കിസ് ഖാൻ ഹാവ് ടു റെഡ്യൂസ് ഹിസ് വെയിറ്റ് ടു മണവാളൻസ് വെയിറ്റ്. ഓക്കെ. അതൊരു ഫാക്റ്റ് ആണല്ലോ, കാരണം ചലഞ്ചർ ആണല്ലോ യൂഷ്വലി വെയിറ്റ് കട്ട് ചെയ്ത് അതിലേക്ക് എത്തേണ്ടത്. യെസ്. ചലഞ്ച് ചെയ്യപ്പെടുന്ന ആളുടെ ഉത്തരവാദിത്തമല്ല. കാരണം നമുക്കറിയാം എന്നോട് ഫൈറ്റും ചെയ്യണം, നീ വെയിറ്റും വെയിറ്റിംഗ് കാരണം എന്ന് പറഞ്ഞാൽ നടപടിയാവില്ല. അത് അതിലൊരു പോയിന്റ് ഇല്ല ആക്ച്വലി. പിന്നെ പറഞ്ഞില്ലേ, നമ്മൾ ഫൈറ്റർ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു അക്സെപ്റ്റ് ചെയ്തിട്ട് ഫുൾ ടൈം ഫൈറ്ററായിട്ട് നിൽക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഇതൊരു കരിയറായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ അത് ചെയ്തായിരിക്കും. ഓക്കെ, ഞാൻ വെയിറ്റ് കയറ്റാം വായു എന്ന് പറഞ്ഞിട്ട് ചെയ്യായിരിക്കും. പക്ഷെ മണവാളിന് അതിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. മണവാൾ ഒരു ഇൻഫ്ലുവൻസറാ, ഈ ഫൈറ്റ് ജോലി അതല്ല. അതെ, അവന് ഈ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പരിപാടി പിടിച്ചിട്ട് ആൾ പോകും, അത്രേ ഉള്ളൂ. അപ്പോൾ അത് എവിഡൻ്റ്. അപ്പോൾ അതിലൊരു പോയിന്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ അത് കാരണം കൊണ്ട് അതിനെ അത്രയും അങ്ങോട്ട് ഒരു പ്രൊമോട്ട് ചെയ്തു. പിന്നെ ചെങ്കിസ് ഖാൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എടാ എൻ്റെ ഇവൻ്റ് കൊളാക്കല്ലേ, നീ അത് നമുക്ക് പിന്നെ എവിടെയെങ്കിലും സംസാരിക്കും, വേറെ ഏതെങ്കിലും വേദിയിൽ സംസാരിക്കും എന്ന് പറഞ്ഞപ്പോൾ അവൻ മാന്യമായിട്ട് അവൻ പറഞ്ഞു, സാജർ എൻ്റെ ഫ്രണ്ടാണ്. അന്ന് അവിടെ ഗ്ലെൻ ഉണ്ടായിരുന്നു, ഗ്ലെന്നും കുറേ അതെ GB ഫൈറ്റ് ക്ലബ്, അപ്പം അവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്ലെന്നിനായിട്ടും ചെങ്കിസ് ഖാന് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, എന്നെയായിട്ടും നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഞങ്ങളൊക്കെ ഒരു നല്ല സുഹൃത്ത് ബന്ധം ഇപ്പോഴും കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ആൾ പറഞ്ഞു, ഞാനും സാജറിനായിട്ടും ഗ്ലെന്നായിട്ടൊക്കെ ഞാൻ ഫ്രണ്ടായ കാരണമുണ്ട് ഞാൻ ഈ പരിപാടി ഞാൻ ഇപ്പോൾ പോകണു എന്ന് പറഞ്ഞ ആൾ പോയി. ദാറ്റ്സ് ഇറ്റ്, അതവിടെ തീർന്നു. പിന്നെ പിന്നെ മീഡിയ കയറി പിടിച്ച് അത് അറിയാലോ ഒബ്വിയസ്ലി. അപ്പോൾ ഇപ്പം നമ്മൾ ഇത്രയും പേര് മാത്രമേ നമ്മൾ ഇത് ചെയ്യുന്നുള്ളൂ, ഇത്രയും ഇത് കാരണം ഇതിൽ ബാക്കി കുറേ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിസോഡായിട്ട് എടുക്കേണ്ടി വരും നമ്മൾ. അല്ല, അത് പക്ഷെ അതൊന്നും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഇവർക്കൊക്കെ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു സാധനം നമുക്ക് അതിനകത്ത് റിയാക്ട് ചെയ്യാനുണ്ട് എന്ന് പറയാം. ഓക്കെ, ബാക്കിയുള്ളവർക്ക് വെച്ചാൽ ചുമ്മാ വഴിയുന്ന ആൾക്കാർ വരെ പറഞ്ഞിട്ടുണ്ട് ഞാനോട്ട് ചലഞ്ച് ഞാൻ ചലഞ്ച് ചെയ്യാം, പള്ളിപ്പെരുന്നാളിനൊക്കെ പോയി നിന്നിട്ട് മറ്റേ ഗ്ലൗ ഇട്ടിട്ട് ഞാൻ ചലഞ്ച് ചെയ്യാറ്, ഇങ്ങനെയൊക്കെ വരുന്നത് നമുക്ക് സംസാരിക്കുന്നതിൽ തന്നെ അർത്ഥമില്ല. ഓക്കെ, ഇപ്പോൾ ഇനി എന്താണ്, എന്നത്തേക്കാണ് ശരിക്കും ഈ ഇവന്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? നമ്മൾ ജാനുവരി 3rd 4th ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു 3 events ഉണ്ടായിരിക്കും. സെക്കൻഡ് ഇന്റർ സ്കൂൾ, ഫസ്റ്റ് ഇന്റർ സ്കൂൾ ഞാൻ തന്നെ നടത്തിയത്. സെക്കൻഡ് ഇന്റർ സ്കൂൾ, അതായത് Under 15 Under 16 കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇവന്റ്. പിന്നെ Under 23 ഇവന്റ്, പ്ലസ് എലൈറ്റ് ഇവന്റ്. എലൈറ്റ് -40 ഇയേഴ്സിൻ്റെ സീനിയേഴ്സ് കാറ്റഗറി ഒരു ഇവന്റ്. അത് അമച്ചർ ആയിരിക്കും, അമച്ചർ ഫൈറ്റേഴ്സ് ആയിരിക്കും. എങ്ങനെ പോലൊരു +350 നമ്പേഴ്സ് ഓഫ് ഫൈറ്റേഴ്സ് ഉണ്ടായിരിക്കും എന്നാണ് കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പം ചിലപ്പോൾ അതിൽ കൂടാം, ചിലപ്പോൾ അതിൽ കുറയാം. പക്ഷേ കൂടിയാലും കുറഞ്ഞാലും നമ്മൾ നല്ല കുറേ ബെനിഫിഷ്യലായിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് ഇപ്രാവശ്യം നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത പോലെ നടന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ കുട്ടികൾക്ക് ബെനിഫിറ്റ് അതിൽ ഉണ്ടായിരിക്കും. ഓഫ് കോഴ്സ് പ്രോ ഫൈറ്റേഴ്സിനും അതുപോലെ തന്നെയുള്ള നല്ലൊരു ഹൈപ്പ് കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അവർ ഫൈറ്റ് ചെയ്യുന്ന ഏതൊരു ഫൈറ്റേഴ്സിനും നമ്മളാരും ഇപ്പോൾ റെമ്യൂണറേഷൻ അങ്ങനെയൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒപ്പം നല്ലൊരു പ്രൈസ് മണി കൊടുക്കുന്നുണ്ട്, ടൈറ്റിൽ ബെൽറ്റ്സ് കൊടുക്കുന്നുണ്ട്, അവരെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ഫെസിലിറ്റീസും പ്ലസ് അവർക്കുള്ള മീഡിയ അറ്റൻഷൻ അത് നമ്മൾ ഇപ്രാവശ്യം ചെയ്യാൻ നോക്കുന്നുണ്ട്. കാരണം അവരെ സ്റ്റാർ ആക്കി എടുക്കണം. കാരണം നമ്മൾ ഇൻ്റർനാഷണൽ ഫൈറ്റേഴ്സിന് അല്ലെങ്കിൽ UFC ബ്രേവ് 1 അതിലേക്ക് പോകുമ്പോൾ മാത്രമല്ല ഇവർ സ്റ്റാർ ആവേണ്ടത്. കേരളത്തിൽ വന്നാലും ഫൈറ്റ് സ്റ്റാർ ആവണം. കേരളത്തിലേക്ക് പുറത്തുനിന്നുള്ള ഫൈറ്റേഴ്സ് കേരളത്തിലേക്ക് വരണം. അതിന് ഇവർക്ക് ഇവിടെ തന്നെ ഒരു സ്റ്റാർഡം, ഇവർക്ക് ഇവിടെ തന്നെ ഒരു ഫാൻ ബേസ് ഉണ്ടായിരിക്കണം. അവരെ ഫൈറ്റ് ഉണ്ടെങ്കിൽ ടിക്കറ്റ് എടുത്തുകൊണ്ട് ഫൈറ്റ് കാണാനായിട്ട് ആൾക്കാർ വരണം. അതാണ് എൻ്റെ ആഗ്രഹം. ആ ഒരു കൾച്ചർ ഡെവലപ്പ്. അതിന് ഇന്ത്യൻ ബോക്സിംഗ് കൗൺസിൽ ഏറ്റവും സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നതാണ്. വിവേക് രാജ സാറും അതുപോലെ തന്നെ വാജിദ് ഭായും സപ്പോർട്ടായാണ് ഏറ്റവും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കേരള മുത്തയ്യ അസോസിയേഷൻ, അതുപോലെ തന്നെ MMA കേരള, ISK, അങ്ങനെയുള്ള എല്ലാ അസോസിയേഷൻസും നമ്മളായിട്ട് നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി അപ്കമ്മിങ് ഫ്യൂച്ചറിൽ ഇതേപോലെ മാക്സിമം എത്ര കോൺട്രവേഴ്സി ഉണ്ടായാലും എത്ര പേര് നമ്മുടെ ഫ്രണ്ടിൽ നിന്നാലും ഞാൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്ത് തന്നെ നടക്കും. അതിന് എത്ര തന്നെ എയർലി കയറ്റിയാലും എനിക്കൊരു പ്രശ്നമില്ല. അതിന് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. അത്രേ ഉള്ളൂ.
ഇനി ഇതിൻ്റെ പേരിൽ ഇപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞിട്ട് തന്നെ എയറിൽ കയറ്റണവർക്ക് കയറ്റാം, ഇനി കട്ട് ഷോട്ട് ചെയ്യണം, എന്ത് വേണമെങ്കിൽ ചെയ്യാം, നോ പ്രോബ്ലം. കയറി കയറാൻ മാത്രമായിട്ടുള്ള ഒന്നും കിട്ടിയിട്ടില്ല. കിട്ടില്ല, ചിലപ്പോൾ കിട്ടും, പറയാൻ പറ്റില്ല, ഉണ്ടാവും എവിടെ. അല്ലേ? കാരണം ഇപ്പോൾ ഈ വീഡിയോസിനെതിരെ ഇപ്പോൾ എന്തായാലും ഒരു റെസ്പോണ്ടിങ് വീഡിയോ ഉണ്ടായിരിക്കും, ഉണ്ടാവും, ഓഫ് കോഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് കയറി പിടിക്കാനായിട്ട് ആൾക്കാരുടെ ആയിരിക്കും. അങ്ങനെ എയറിലാവട്ടെ, ഓഫ് കോഴ്സ് ആവണം. ഞാൻ പറഞ്ഞില്ല, എല്ലാവരും നന്നാവട്ടെ, ഒരാൾ മാത്രമല്ല, എല്ലാവരും നന്നാവട്ടെ. അപ്പോൾ ഇനിയും ഇതുപോലെ, അപ്പോൾ നമുക്ക് എന്തായാലും ജനുവരി ഫസ്റ്റ് വീക്കാണ് പ്ലാൻ കംപ്ലീറ്റ് ഉള്ളത്. സോ ലെറ്റ്സ് പ്ലാൻ വണ്ടർഫുൾ ഇവൻറ്റ്. അപ്പോൾ ഈവൻ കേരള ബോക്സിംഗ് കൗൺസിലിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും വി ആർ ഹിയർ ടു സപ്പോർട്ട് യു. എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടാവും. അപ്പോൾ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ ഇനിയും അടുത്ത പുതിയ സംഭവ വികാസങ്ങളുമായിട്ട് നമുക്ക് പിന്നെയും ഇരിക്കാൻ പറ്റട്ടെ. അതെ, ഇനി എയറിൽ പോയിട്ട് താഴ്ത്ത് വരുമ്പോൾ നമുക്ക് അടുത്ത നല്ല കണ്ടന്റുകൾ കിട്ടട്ടെ. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആൻഡ് for viewers, we'll be coming back with new episode. This is our episode 2. ഇനി അടുത്ത എപ്പിസോഡിൽ അടുത്ത ആൾക്കാരുമായിട്ട്, അടുത്ത ഇതുപോലെ എയറിൽ കയറിയ ആൾക്കാരുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.